അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലൈജു ജിമ്മിയാണ്. ജാർഖണ്ഡിൽ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനും കുടുംബവും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങൾ, ദൈവം അവരെ നടത്തുന്ന അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അസാധാരണമായ സംഭവങ്ങളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാ പ്രേക്ഷകരും കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു, അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകുവാൻ അവസരമുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. ഡീറ്റെയിൽസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ അയക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലൈജു ജിമ്മിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇങ്ങനൊരു പകൽക്കാലം, അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം എനിക്ക് എൻ്റെ കർത്താവിന്റെ സാക്ഷിയായി ഈ അരോമ ടിവിയിൽ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ എൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള നന്ദിയെ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയത് പാസ്റ്റർ ജോസ് പാപ്പച്ചൻ അവറുകളാണ്. ഇതിന് മുഖാന്തരമൊരുക്കിയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്കും അരോമ ടി വി മെമ്പേഴ്സിനും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ലൈജു ജിമ്മി. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ജാർഖണ്ഡ് റാഞ്ചി എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് 2 മക്കള്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, പാസ്റ്റർ ജിമ്മി തോമസ്. എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം കാഞ്ഞിരപ്പള്ളി. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. എൻ്റെ പിതാവ് ഇന്ന് ഈ ലോകത്തിലില്ല, എൻ്റെ മാതാവുണ്ട്. എനിക്ക് 6 സഹോദരങ്ങളുണ്ട്. എൻ്റെ ബാല്യം പറയുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജനിച്ചു വളർന്നത്, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തുടക്കം മുതൽ തന്നെ പ്രാർത്ഥനയും പാട്ടും വചനവും ഒക്കെ കേട്ട് 6 മക്കളിൽ ഇളയ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ സ്നേഹവും ലാളനയും ഒക്കെ ലഭിച്ച് വളരെ സന്തോഷത്തോടെയായിരുന്നു എൻ്റെ ബാല്യകാലം. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തില് കുടുംബ പ്രാർത്ഥന അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞങ്ങൾ വചനം പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ ഞങ്ങളെ കൊണ്ട് വചനം പറയിപ്പിക്കുക. എൻ്റെ കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാവും. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. 7 മണി മുതൽ വൈകിട്ട് 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വൈകിട്ടത്തേത്. അങ്ങനെ ഞങ്ങൾ ഇരിക്കും, പാട്ടുപാടി ആരാധിക്കും, ബൈബിൾ വായിക്കും. വചനം വായിക്കാൻ പ്രായമാകാത്ത ഞങ്ങൾ ഇളയ മക്കളെ കൊണ്ട് വചനം പറയിപ്പിക്കും, പറഞ്ഞു തരും, ഞങ്ങളത് ഏറ്റു പറയും. എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. നമുക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലം അങ്ങനെയായിരുന്നു ഞങ്ങളെ പ്രാർത്ഥന. അതുകൊണ്ട് എൻ്റെ പിതാവ് ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാര്യത്തിൽ. ആത്മീയ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവ മനുഷ്യനായിരുന്നു. എനിക്ക് പറയുന്നതിൽ നല്ല അഭിമാനമുണ്ട്. ഒരു ദൈവഭക്തനായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് ആദ്യമായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് റബ്ബർ ബഡിങ്ങിന്റെ നേഴ്സറികൾ ഏറ്റെടുത്ത് റബ്ബർ ബഡിങ്ങിന്റെ ജോലിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിന് മഞ്ഞപ്പിത്തം വന്ന് എൻ്റെ പിതാവ് സീരിയസ് കണ്ടീഷനായി. അന്ന് മെഡിസിൻ ഒന്നും എടുക്കില്ല അദ്ദേഹം കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് മരുന്ന് കഴിക്കാനായിട്ട് കുടുംബക്കാരൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ദേവദാസന്മാരെയും എല്ലാവരെയും അവര് ജയിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നാൽ എൻ്റെ പിതാവും മാതാവും അതിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് വേണ്ടതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ റബ്ബർ എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു, എസ്റ്റേറ്റ് സൂപ്പർവൈസറായിട്ട്. അങ്ങനെ ഞങ്ങള് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ആനത്താനം എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് എൻ്റെ പിതാവ് ജോലി ചെയ്യാൻ തുടങ്ങി.
അവിടെ ആ കാഞ്ഞിരപ്പള്ളിയെ കുറിച്ച് പറയുകയാണ്. ആ സമയത്ത് ഞങ്ങൾ അവിടെ ആയിരുന്ന സമയങ്ങളിൽ പെന്തക്കോസ്തുകാരെന്ന് പറയാൻ ആള് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഞങ്ങളുള്ള ആ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആ ഏരിയയിൽ ആരും തന്നെ ഇല്ല. ഞങ്ങളിങ്ങനെ രാവിലെ ഞങ്ങളുടെ പ്രാർത്ഥന പലപ്പോഴും ഞങ്ങള് കുടുംബ പ്രാർത്ഥന മണിക്കൂറുകൾ നീണ്ട ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അവസരങ്ങളുണ്ടായിരുന്നു. എന്റെ പിതാവ് ഞങ്ങള് കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പാട്ട് കേട്ട് ഞങ്ങൾ പാട്ട് പാടുന്നത് കേട്ടിട്ട് അടുത്തും വേറെ എസ്റ്റേറ്റുകളുണ്ട്. അവിടെ ജോലി കഴിഞ്ഞിട്ട് ടൗണിലേക്കൊക്കെ പോകുന്നവര് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കേട്ടിട്ട് ഞങ്ങളുടെ വീടിന്റെ റോഡ് സൈഡിലായിട്ട് വന്ന് നിന്നിട്ട് പാട്ട് കേൾക്കുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ അവര് പാട്ട് കേട്ട് കേട്ട് പതുക്കെ പതുക്കെ റോഡിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറാൻ തുടങ്ങി. പതുക്കെ ഞങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് എന്റെ പിതാവ് കണ്ടപ്പോൾ അവരെ വിളിച്ച് ഞങ്ങളോടൊപ്പം ഇരുത്തി വചനം പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് അതില് എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയുന്നതിൽ ഒരാള് ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ പിന്നെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കാത്തിരിപ്പ് യോഗം ഉണ്ട്. ആ കാത്തിരിപ്പ് യോഗത്തില് അനേക വിശ്വാസികൾ നമ്മുടെ ചർച്ചിലെ, അതായത് ഞങ്ങൾ അവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരമുള്ള ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മണ്ണാർക്കയം, അവിടെയാണ് ഞങ്ങൾ ഇന്ന് ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അനേക ദൈവമക്കൾ വരും, രാത്രിയിൽ വരും കാത്തിരിപ്പ് യോഗം. അത് കഴിഞ്ഞ് പലരും അവിടെ സ്റ്റേ ചെയ്യും, പിറ്റേ ദിവസമേ പോകത്തുള്ളൂ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ അവിടെ ആരാധന നടത്തി. അങ്ങനെ അതിൽ അനേകർ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ 13ാമത്തെ വയസ്സിൽ ഞാനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ച് നടന്ന കാത്തിരിപ്പ് യോഗത്തിലാണ്. അതുപോലെ ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള കോളനികളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. പലവിധ രോഗമുള്ളവര്, അതുപോലെ സൈറ്റാനിക് അറ്റാക്ക് ആയിട്ടുള്ളവര്, അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് വിടുതൽ പ്രാപിച്ച് അവരും ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ആ ദേശത്ത് ഞങ്ങൾ കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ എൻ്റെ ഫാദർ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടില് രാവിലെ 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ രണ്ട് കാര്യങ്ങൾക്കേ വീട്ടില് അടുപ്പ് കത്തിക്കത്തുള്ളൂ. ഒന്ന്, ഞങ്ങൾക്ക് ചായയോ കാപ്പിയോ ഉണ്ടാക്കി തരും. പിന്നെ വെള്ളം കുടിക്കാനും കുളിക്കാനും. അല്ലാതെ ഞായറാഴ്ച ദിവസം രാവിലെ ഫുഡ് ഉണ്ടാക്കത്തില്ല. രാവിലെ ഞങ്ങളെ ഒരുക്കി ചർച്ചിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് എൻ്റെ മാതാവും പിതാവും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. അവർ സൺഡേ സ്കൂൾ പഠിപ്പിക്കും, ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ചർച്ച് കഴിഞ്ഞ്, അന്ന് ഞങ്ങളുടെ ദേവദാസൻ അവിടെ പാഴ്സനേജ് ദേവദാസന്മാരില്ല. അതുകൊണ്ട് അവിടുന്ന് ചൂടുവെള്ളം കുടിച്ച് അന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തൂടെ എല്ലാം നടന്ന് സുവിശേഷം പറയും. ട്രാക്ട് കയ്യിലുണ്ട്. അതെല്ലാം ഓരോ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും. ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി വീട്ടിൽ എത്തുമ്പോൾ 6 മണി 6:30 അടുത്താവും. അപ്പോഴേക്കും പെട്ടെന്ന് മാതാവോ അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് കഞ്ഞി അടുപ്പിലിടും. ഞങ്ങൾ ഫ്രഷായി പ്രാർത്ഥനയ്ക്കുള്ള സമയവും. പിന്നെ 2 മണിക്കൂർ പ്രാർത്ഥന. അങ്ങനെ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നൊരു കുടുംബമാണ് എൻ്റേത്. എൻ്റെ പിതാവ് കർത്താവിന് വേണ്ടി എരിവോടെ സുവിശേഷം പറയുന്നത് ലജ്ജ കൂടാതെ നടന്നൊരു ഭക്തനായിരുന്നു അദ്ദേഹം. ജോലി ചെയ്തുകൊണ്ടിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയോട് സുവിശേഷം പറഞ്ഞ് അങ്ങനെ എന്നും പോയി അദ്ദേഹത്തോട് സുവിശേഷം പറയും. കാര്യം പണിക്കാരുടെ കണക്കുകൾ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പോകണം. എന്നും 5 മണി കഴിയുമ്പോൾ പണി തീരും. പണിക്കാരെ വിട്ടതിന് ശേഷം ചെന്ന് കണക്കെല്ലാം കൊടുക്കണം. അങ്ങനെ കണക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ നിന്ന് കർത്താവിനെ കുറിച്ച് പറയും. അദ്ദേഹത്തിനുള്ള സംശയങ്ങൾ എൻ്റെ ഫാദർ ചെല്ലാൻ നോക്കിയിരിക്കും, അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യും. അങ്ങനെ ആയി അദ്ദേഹം കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് സുവിശേഷ വേല ചെയ്യണം, ജോലി റിസൈൻ ചെയ്യണം, സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ജോലി റിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാളി പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ സ്നാനം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ ദൈവകൃപയാൽ അദ്ദേഹം സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് അവിടുന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ എൻ്റെ പഠനം ആ കൂടത്തിൽ തന്നെ എൻ്റെ പഠനവും നടന്നു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സ്കൂൾ ബാഗ് കാണും കയ്യിൽ. അപ്പോൾ പ്രായമുള്ള ആരെങ്കിലും അതുവഴി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേരം അവരുടെ കയ്യിൽ ലഗേജ് എന്തെങ്കിലും ഉണ്ട് അത് മേടിച്ച് അന്നൊന്നും ഞങ്ങൾക്ക് റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം അകത്തേക്ക് നടക്കണം. ഓട്ടോ സൗകര്യങ്ങൾ അങ്ങനെ വണ്ടി സൗകര്യങ്ങളില്ല. പ്രായമുള്ളവരൊക്കെ നടന്നു വരുന്ന കാണുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഏതാ? അപ്പോൾ എനിക്ക് നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നാലും എനിക്ക് സുവിശേഷ വേല ഇഷ്ടവുമാണ്.
ഫുൾ ടൈം സുവിശേഷ വേല എനിക്ക് ഇഷ്ടമല്ല. കാര്യം ഞാൻ സുവിശേഷ വേലക്കാരുടെ, അത് മിഷണറിമാരുടെ പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും. വിശേഷാൽ നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ സാക്ഷ്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഗ്രാമങ്ങളിലൊക്കെ വന്ന് അനുഭവിച്ച കഷ്ടങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, ഇഷ്ടമാണ്. പക്ഷെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടമല്ല. എൻ്റെ ആഗ്രഹം ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുക. അങ്ങനെയായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ ഞാൻ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കർത്താവ് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ജോലിക്കാരായിട്ടുള്ള അനേക ബന്ധങ്ങൾ വന്നു. കല്യാണത്തിന് വേണ്ടി പ്രപ്പോസലുകൾ വരാൻ തുടങ്ങി. അതിലൊന്നും എനിക്ക് മനസ്സങ്ങോട്ട് വയ്ക്കുന്നില്ല. എനിക്കെന്തോ ഒരു സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് പറഞ്ഞു, മോളെ എങ്ങനെയാ നിനക്ക് സുവിശേഷ വേലക്കാരെയാണോ അതോ ജോലിക്കാരെയാണോ വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല ചെയ്താൽ മതി. അങ്ങനെ ഞാൻ സുവിശേഷ വേലക്കാർ അങ്ങനെ പിതാവ് അതിനുവേണ്ടി വിവാഹം അന്വേഷിക്കാൻ തുടങ്ങി. വിവാഹങ്ങൾ ഇങ്ങനെ പലയിടത്ത് ഒന്ന് കടന്നു. എൻ്റെ പിതാവിന് ഒരേ ഒരു ഡിമാൻഡായിരുന്നു, എൻ്റെ മോളെ ഏകദേശം അടുത്തെന്ന് പറഞ്ഞാൽ ദൂരമില്ലാത്തത്, എപ്പോ എനിക്ക് എൻ്റെ മോളെ കാണണോ ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോയി കാണത്തക്ക രീതിയിലുള്ള ദൂരം. അധികം ദൂരത്തിൽ നിന്ന് വേണ്ട. ദൂരെ നിന്നൊക്കെ പ്രപ്പോസലുകൾ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്യും. അടുത്ത് എവിടെയെങ്കിലും വരുവാണെങ്കിൽ നടത്താം എന്നുള്ള രീതിയിലാണ്. കാര്യം എന്നെ അതുപോലുള്ള എന്നെ കരുതലോ, എൻ്റെ 6 സഹോദരങ്ങളിലെ ഏറ്റവും ലാളനയും ഏറ്റവും കരുതലും ലഭിച്ചത് എനിക്കാണ്. ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് സഹോദരങ്ങൾ എന്നെ വളരെ അധികം സ്നേഹിച്ചു. സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച സഹോദരങ്ങളാണ് എനിക്കുള്ളത്. ഞങ്ങൾ ഒത്തിരി എനിക്ക് പറഞ്ഞ നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് എനിക്ക് തന്നത്. അതുപോലെ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും അങ്ങ് മൂത്തവരെ നീ എന്ന് അതിസംബോധന ചെയ്ത് പറയാറില്ല. അത്ര പോലും അച്ചടക്കത്തിലാണ് ഞങ്ങളെ മാതാപിതാക്കൾ വളർത്തിയെടുത്തത്. കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുവോ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും നമ്മൾ സംസാരിക്കും നീ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സംസാരം ഞങ്ങൾക്കില്ല. അങ്ങനെ മൂത്തവരോട് ഞങ്ങൾ പറയില്ല. ഞാൻ കോട്ടയത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് ഞാൻ ചേച്ചി ചേച്ചി അച്ഛൻ അങ്ങനെയാണ് സഹോദരങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംബോധനയുള്ളൂ, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് അവർക്കൊക്കെയും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ പിതാവ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഏകദേശം ഒരു 16 വയസ്സ് വരെ എനിക്ക് പിതാവിനെ ഭയങ്കര പേടിയാ. കാര്യം ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ, പക്ഷെ അടുത്ത് പോയിരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാ. കാര്യം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വഴക്ക് പറയുമോ എന്നുള്ള ഒരു പേടി കാരണം അത് ഭയങ്കര പേടിയുള്ള സമയം. അങ്ങനെ എൻ്റെ 15 വയസ്സ് 16 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ സഹോദരിമാരുടെയും ഒരു സഹോദരന്റെയും വിവാഹം കഴിഞ്ഞു. പിന്നെ എൻ്റെ നേരെ മൂത്ത സഹോദരൻ ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായി കടന്നുപോയി. അപ്പോൾ ഞാൻ തന്നെയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ പിതാവ് എന്നോട് മാതാവിന്റെ വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ പോയി. ഞാനും പിതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറയാം. കാര്യം അത്രയും ദിവസം അമ്മ ത്രൂ ആണ് നമ്മൾ പറയുന്നത്. പേടിയാ, പിതാവിന്റെ അടുത്ത് ഡയറക്റ്റ് പറയാൻ പേടിയാ. അങ്ങനെ അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിന്റെ പുറത്ത്, അതുകൊണ്ട് മോൾ എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു കൂട്ടുകാരെ പോലെ സംസാരിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ എന്ത് കണ്ടാലും ആരെന്ത് പറഞ്ഞാലും വഴിയിൽ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ആദ്യം പോയി എൻ്റെ പിതാവിനോട് പറയും. അത്ര കാര്യമായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേക ഒരു പേരൊക്കെ ഇട്ട് എൻ്റെ പിതാവ് വിളിച്ചു. അത്ര സ്നേഹത്തോടെയായിരുന്നു എന്നെ പിന്നെ വളർത്തിയ സമയങ്ങൾ. അതെന്തിനായിരുന്നെന്ന പിന്നീടുള്ള സമയങ്ങൾ നമുക്കത് മനസ്സിലാവും. കാര്യം അതുപോലെ സ്നേഹവും ലാളനയും എനിക്ക് ലഭിച്ചു. എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ബേക്കറി ഐറ്റംസ് വെക്കാൻ എനിക്കൊരു പാത്രം ഉണ്ടായിരുന്നു. നിറച്ചെപ്പോഴും അതിനകത്ത് സാധനങ്ങൾ കാണും. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നാട്ടിൽ ഞാൻ 2.5 വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം വരാൻ പറ്റുള്ളൂ വീട്ടിലേക്ക്. അപ്പൊ ആ ഒരാഴ്ച ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ട് വരും. കാര്യം എനിക്ക് ഹോസ്റ്റലിലെ ഫുഡ് അങ്ങനെ പിടിക്കുന്നില്ല, അതിനോട് താല്പര്യമില്ല. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുത്തരും. കൂടുതലും ബേക്കറി ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. കൂടുതലൊരു കംഫർട്ട് സോണിലേക്ക് പോയി തുടങ്ങിയിരുന്നു ഞാൻ. കാര്യം എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും, എനിക്ക് ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ നോക്കുന്നേ, അത് കൊച്ചിന് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് കണ്ടിട്ട് എനിക്കിത് വീട്ടിൽ മേടിച്ചു വെച്ച സാഹചര്യങ്ങളുണ്ട്. അതുപോലെ എനിക്ക് കെയർ തന്ന് വളർത്തിയാണ്. എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് എൻ്റെ മാതാവും എനിക്ക് കോംപ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് തന്ന് അതുപോലെ എന്നെ വളർത്തി. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് വിവാഹാലോചന കടന്നു വന്നു. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ആണ് അദ്ദേഹത്തിന്റെയും വീട്. അദ്ദേഹം
പാസ്റ്റർ ജിമ്മി, അദ്ദേഹത്തിന്റെ വിവാഹാലോചന വന്നു. എൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു, മോനെ നീ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചു. എൻ്റെ പിതാവ് കൂടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നീ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് പറഞ്ഞു. അതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാന്ന് പറഞ്ഞു. എന്നാൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ദർശനം കിട്ടിയതാണ്. എനിക്ക് 2000-ലാണ് ഈ ജാർഖണ്ഡ് സെപ്പറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ബീഹാറിൽ തന്നെയായിരുന്നു ജാർഖണ്ഡ്. അപ്പോൾ 2000 നവംബറിൽ, ഇപ്പൊ ഈ 2000 ആണ്ടിന്റെ ആദ്യത്തെ സമയങ്ങളിലാണ് ഇദ്ദേഹത്തിനൊരു ദർശനം കിട്ടിയത്. ഒരു ദേവദാസിന്റെ കൂടെ അവിടെ ആയിരിക്കുന്ന സമയത്ത് രാത്രിയിൽ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി 3 പ്രാവശ്യം ഒരാൾ ഇങ്ങനെ തോളിൽ തട്ടി, ആരാന്ന് കാണുന്നില്ല, 3 പ്രാവശ്യം തോളിൽ തട്ടി അദ്ദേഹത്തെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തി പോയി ഫ്രഷ് ആയിട്ട് വന്നു. ഉറക്കപ്പിച്ചയല്ല, പോയി മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് പായും എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മാവ് സംസാരിച്ചു, നീ റാഞ്ചിക്ക് പോവുക എന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റാഞ്ചി എവിടാ, എനിക്കറിയില്ല, ഞാൻ റാഞ്ചി കേട്ടിട്ടില്ല. നമ്മള് നാട്ടിലുള്ളവർക്കറിയാം, ഇന്നേക്ക് 25 വർഷം മുമ്പ്, 2000-ലാണ്, 25 വർഷത്തിന് മുമ്പ് നമ്മളോടൊക്കെ ചോദിച്ച റാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ജാർഖണ്ഡ് പോലും നമുക്കറിയില്ല, എല്ലാ സ്റ്റേറ്റുകളൊന്നും അത്രയ്ക്ക് നമുക്കറിയില്ല. അപ്പൊ റാഞ്ചിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, നീ റാഞ്ചിയിലേക്ക് പോവാ. അപ്പൊ പറഞ്ഞു, എനിക്ക് അവിടെ ആരുമില്ല, എനിക്ക് സമ്പത്തൊന്നുമില്ല, ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോകും, എനിക്കൊന്നുമില്ല പോവാൻ. പറഞ്ഞു, നീ റാഞ്ചിയിലേക്ക് പോവുക, എന്റെ സുവിശേഷം അവിടെ അറിയിക്കുക, എന്റെ സേവ ചെയ്യുക എന്ന് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ശക്തമായിട്ട് ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ദൈവസന്നിധി സമർപ്പിച്ചു, ശരി കർത്താവേ, അങ്ങ് അയച്ചാൽ ഞാൻ പോവുക. അങ്ങനെ അദ്ദേഹം അത് ദൈവസന്നിധി തീരുമാനിച്ചു. അത് പലരോടും ഷെയർ ചെയ്തു, പലരോടും പറഞ്ഞു, ഇതുപോലെ എനിക്കിങ്ങനെ ഒരു ദർശനമുണ്ടായി, എനിക്ക് അങ്ങനെ പറഞ്ഞു, നീ സ്വപ്നം കണ്ടതാ, അത് തോന്നല, അതൊന്നും ശരിയാവത്തില്ല, അങ്ങനെ പറഞ്ഞു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ജാർഖണ്ഡ്, ഈ റാഞ്ചി എവിടാന്നറിയാൻ അദ്ദേഹത്തിന്റെ ബൈബിളിൽ ഒരു ഇന്ത്യയുടെ മാപ്പുണ്ട്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞപ്പം അത് ബീഹാറില് ജാർഖണ്ഡ് എന്ന സ്ഥലത്താണ് റാഞ്ചി. അതിനുശേഷം ആ വർഷം തന്നെയാണ് ബീഹാറും ജാർഖണ്ഡും സെപ്പറേറ്റ് ആവുന്നത്. അങ്ങനെ അദ്ദേഹം ദൈവസന്നിധി തീരുമാനമൊക്കെ എടുത്ത് പലരോടും പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2004 മാർച്ച് മാസം 15-ാം തീയതി എന്നെ പെണ്ണ് കാണാനായിട്ട് അവിടെ കടന്നു വരുന്നു. എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ കല്യാണ സമയത്ത് ഞങ്ങള് നാട്ടിൽ തന്നെ സുവിശേഷ വേല ചെയ്യാനാണ് ഒരു പ്ലാൻ വന്നിരുന്നത്, അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. അല്ല, നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ട് എന്റെ പിതാവ് അന്ന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ പിതാവിന്റെ ആഗ്രഹം നാട്ടിൽ തന്നെ നിൽക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, നാട്ടിൽ തന്നെയാണ് സുവിശേഷ വേല എന്നുള്ള രീതിയിലാണ് വന്നതുകൊണ്ട് എന്റെ പിതാവും സമ്മതിച്ചു. അപ്പൊ അത് അങ്ങനെ എന്നോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യ, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങള് മെയ് മാസം 12-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഞങ്ങൾ അവിടെ വീട്ടിൽ കടന്നുപോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും എങ്ങും സുവിശേഷ വേലയ്ക്കായിട്ട് പോയിട്ടില്ല, പുതുതായിട്ടല്ലേ, വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കും. എൻ്റെ ഫാദർ-ഇൻ-ലോയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അദ്ദേഹത്തിനെ നോക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട്, അദ്ദേഹത്തിന് ഇൻസുലിൻ കൊടുക്കണം, അദ്ദേഹത്തിന് ഡ്രസ്സിങ് ചെയ്യണം. അപ്പോൾ ഞാനാണ് വീട്ടിലുള്ളത്. അപ്പൊ ഞാനെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഏകദേശം 3 മാസം കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ അവിടെ തന്നെ ആയി. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രയാസം, നാട്ടിലെങ്ങും നിൽക്കാൻ പറ്റുന്നില്ല. എവിടെയാണോ ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചത് അവിടേക്കൊന്നും പോകാനുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, മനസ്സ് ഉറയ്ക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് ജാർഖണ്ഡിന് പോകാം, റാഞ്ചിക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, 2 വീട്ടുകാരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം റോഡിൽ വെച്ച് സുഹൃത്തിനെ കണ്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ആലോചന പോലെ പറഞ്ഞു, ഈ ജാർഖണ്ഡിലേക്ക്, അത് സുവിശേഷ നോർത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊരു ചെറിയൊരു കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാം, റാഞ്ചിയിലേക്ക് പോകാം. ആ സമയം ഞാൻ മൂത്ത മോനെ കൺസീവ് ചെയ്തിരുന്നു. ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഡേ 1 മുതൽ എനിക്ക് വോമിറ്റിംഗ് ആണ്, ഭയങ്കര ഛർദി. എനിക്ക് സൂര്യപ്രകാശം പോലും കാണാൻ പറ്റും. സൂര്യൻ ഉദിക്കുന്നത് ഞാൻ എത്ര ഡാർക്ക് റൂമിൽ കിടന്നാലും എനിക്ക് ഫീൽ ചെയ്യും, കാര്യം എനിക്ക് ഛർദി തുടങ്ങും. അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, ഒരു സ്മെല്ല് പറ്റത്തില്ല, ഒന്നും പറ്റാതെ അങ്ങനെ ഞാൻ അവശ നിലയിലായ അവസരമാണ്.
അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ റാഞ്ചിയിലേക്ക് പോരാൻ തീരുമാനിക്കുന്നത്. എന്നാൽ പോരുന്നതിന് മുമ്പ് ഒരു സ്കാനിങ് കൂടി ചെയ്യാൻ പറയുമ്പോൾ ഡോക്ടർ എന്നോട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. എനിക്ക് എൻ്റെ പ്ലാസൻ്റ്, അതായത് മറുവിളയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും, അമ്മയും കിട്ടത്തില്ല, കുഞ്ഞിനെയും കിട്ടത്തില്ല. അതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കും ഓൾറെഡി പോവാൻ. അതുകൊണ്ട് രണ്ട് വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, പോവാനൊക്കെ ഭയങ്കര തടസ്സങ്ങളായി. എന്നാലും നമ്മൾ ദൈവസേന എടുത്ത തീരുമാനമല്ലേ. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു കാര്യം, ഞങ്ങൾ റാഞ്ചിക്ക് പോവാം. ആദ്യം അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണ്. പക്ഷെ അദ്ദേഹം ഒരു ദൈവദാസനായിരുന്നത് കൊണ്ട് കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നതും ദൈവദാസന്മാരെയും കർത്താവിന്റെ ഓരോ വചനങ്ങളും അതുപോലെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് പറഞ്ഞ പിന്നെ അതിനു മുമ്പിൽ എനിക്കൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾ എവിടെ പോയാലും, ഒരു ക്യാമ്പിന് പോകണോ എന്തിനു പോയാലും ഞങ്ങളുടെ പിതാവ് അന്ന് തന്നെ വീട്ടിൽ പ്രാർത്ഥന വെക്കും. പ്രാർത്ഥന വെച്ച് ചർച്ചിലെ ആൾക്കാരെ, അയൽവക്കംകാരെ എല്ലാം വിളിച്ച് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് എവിടെയും വിടുകയുള്ളൂ. അങ്ങനെ ഞങ്ങളെ അതുപോലെ തന്നെ റാഞ്ചിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടും വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ഞങ്ങളുടെ രണ്ട് ഭവനത്തിലെ സഹോദരന്മാരും എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ വലിയ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയത്തിന് വരുന്ന ആ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 ബാഗ് തുണി, കാര്യമായിട്ടൊന്നും കയ്യിലില്ല. പോരാൻ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാം റെഡിയായി. ഇനി പോരാൻ ഒരുങ്ങിയിരിക്കുവോ. വയ്യാത്ത ഞാനാണ്, എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്ക് സ്മെല്ലും ഭക്ഷണവും ഒന്നും പറ്റാത്ത ഞാനാ. പോരാൻ ഭയങ്കര ത്രില്ലിൽ ഞങ്ങള് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ആ ട്രെയിൻ ആലപ്പി ധൻബാദ് എന്ന് പറയും. അത് നമ്മുടെ 7 മണിക്കാണ് എറണാകുളത്തുനിന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് കൂത്താട്ടോളത്താണ് എൻ്റെ പിതാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര വെളുപ്പിന് ഞങ്ങൾ ഇറങ്ങിയാലേ ആ സമയത്ത് അവിടെ എത്തത്തുള്ളൂ. ഞങ്ങൾ വലിയ സന്തോഷത്തോടെ പോരാനിരിക്കുമ്പോൾ പ്രാർത്ഥന തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് നിത്യത വിശ്രമിക്കുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് SI ആയിരുന്നു, ദൈവദാസനായിരുന്നു. അതിനുശേഷം സുവിശേഷ വേല ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു നമ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എൻ്റെ ഒരു കസിന് ഇവിടെ റാഞ്ചിയിലുണ്ട്. നിങ്ങൾ ഇവരെ ഒന്ന് വിളിച്ചിട്ട് പോകും, അവർ നിങ്ങളെ പിക്ക് ചെയ്യും. അപ്പൊ ഞങ്ങള് രാത്രിയായി, നമ്പർ കിട്ടും 10:30. ഒരു വീട്ടിലോട്ടൊക്കെ 10:30 വിളിച്ചെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഞങ്ങൾ ഓർത്ത് നാളെ നമ്മൾ പിന്നെ വിളിക്കാം എന്നോർത്ത് ഈ നമ്പർ കൈ പിടിച്ചു ഞങ്ങൾ പോകുന്നു. എറണാകുളത്ത് നിന്ന് എല്ലാവരും ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ ഈ ഒരു അവസ്ഥയിൽ. ട്രെയിനിൽ കയറി എനിക്കൊരു സ്മെല്ല് പറ്റുന്നില്ല, ഒരു കാര്യം പറ്റും. ഞാൻ ഈ കിടപ്പാണ്, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. റാഞ്ചി സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ ഇറങ്ങി. റാഞ്ചി സ്റ്റേഷനൊക്കെ അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കും. ഈ നമ്പർ കയ്യിലുണ്ട്. അന്ന് നമുക്ക് മൊബൈൽ ഫോണുകളുള്ള സമയമല്ല, ഞങ്ങളുടെ കയ്യിലില്ല, ഫോണൊന്നുമില്ല. 2004 ആ സമയത്ത് മൊബൈലൊന്നും അത്ര കാര്യമായിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങള് ടെലിഫോൺ ബൂത്തിൽ പോയി. ഞങ്ങൾ ചെന്ന് ഈ നമ്പർ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഈ നമ്പറിൽ ഒന്ന് കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ കോൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിപ്ലൈ, ഈ നമ്പർ നിലവിലില്ല. ഞങ്ങൾ കൊടുത്ത നമ്പർ നിലവിലില്ല. അപ്പൊ ഞങ്ങൾ ഓർത്ത്, കർത്താവേ, അതുവരെ ഭയങ്കര ഹാപ്പിയാ, എവിടെയോ ടൂർ പോയ ആ ലക്ഷണത്തില് അങ്ങ് പോകുന്നതാ. അവിടെ വന്നപ്പോ നമ്പർ നിലവിലില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മുന്നോട്ട് അടുത്ത ഫ്ലാറ്റ് റൂമിൽ, 2ാം ഫ്ലാറ്റ് റൂമിലും ഒരു STD ബൂത്ത് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോകുന്നതിന് മുമ്പ്, ആ ബൂത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, ആ പത്രോസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ വലയിറക്ക, ആഴത്തിലേക്ക് വലയിറക്ക. പക്ഷെ പത്രോസ് പകല് ഫുൾ അവിടെ അധ്വാനിച്ച, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പത്രോസിന് കടലിനെ കുറിച്ച് നല്ലതായിട്ട് അറിയാവുന്ന, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാ. പക്ഷെങ്കില് അദ്ദേഹം ഒന്നും ചോദിക്കാതെ അങ്ങ് വല ഇറക്കി. അദ്ദേഹത്തിന് ആവശ്യത്തിന് മീൻ ലഭിച്ചു. പെരുത്ത മീൻകൂട്ടം നമ്മൾ കാണുന്നത്. എന്ന് പറയണക്ക് ഞങ്ങൾ പോകാൻ പറഞ്ഞു, പോന്നു, അവിശ്വസിച്ചൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരവസ്ഥ. ആ കൂടെ ഞങ്ങളുടെ കയ്യിൽ 10,500 രൂപയുണ്ട്. ഇവിടുത്തെ നോർത്തിലെ കാര്യം മിക്കവർക്കും തന്നെ അറിയാം, എന്നാലും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ സിന്ദൂരം വേണം. സിന്ദൂരം, അതുപോലെ താലിമാല, മംഗൾസൂത്രം എന്നാ പറയുന്നത്, താലിമാല, കൈ നിറച്ചു വള, ഇതൊക്കെ വേണം.
ഇതില്ലാതെ ഒരു ആൾക്കാരെ കണ്ടാൽ നമ്മൾ കല്യാണം കഴിച്ചവരാന്ന് അവർ അംഗീകരിക്കുകയില്ല. അപ്പം എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഒന്നാമതെ ക്ഷീണം കാരണം എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ, ആ ഒരവസ്ഥ. നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി റൂം എടുത്താൽ എത്ര ദിവസം നിൽക്കും? പോകണേൽ എവിടെ പോകും? സ്റ്റേഷന്റെ അടുത്തുള്ള എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസയാണ്. സ്റ്റേഷൻ മാറി ഒരു സ്ഥലം പറയാൻ അറിയത്തില്ല. അന്ന് ഗൂഗിൾ ഒന്നുമില്ല, അന്ന് അന്വേഷിക്കാൻ ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു ഇത്ര അറിയാം, ജാർഖണ്ഡ് റാഞ്ചി. അതല്ലാതെ ജാർഖണ്ഡിലെ ഒരു സ്ഥലത്തിന്റെ പോലും പേര് നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങള് കടന്ന് ഇവിടെ വന്നതിന് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അടുത്ത ബൂത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും സെയിം റിപ്ലൈ തന്നെ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് അവിടെ ഞങ്ങളിങ്ങനെ നിരാശയോടെ മടങ്ങി. ഇങ്ങനെ നിരാശ എന്ന് വെച്ചാൽ ഒരു വിഷമം, കർത്താവ് ഇനി എന്ത് ചെയ്യും? അങ്ങനെ മടങ്ങി കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു ഏകദേശം 18 വയസ്സൊക്കെ പ്രായം ഉള്ളൊരു ഒരു സഹോദരനാണ് അവിടെ നിന്ന്. അതേ ഞങ്ങളെ തിരിച്ചു പോയി, മാഡം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ചെന്നു. അന്ന് എനിക്ക് ഹിന്ദി അറിയാം, ദേവദാസിന് ഹിന്ദി ഒട്ടും അറിയില്ല. അത്യാവശ്യം ഞാൻ ഹിന്ദി സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വരാൻ പറഞ്ഞു, ആ നമ്പർ തരാൻ പറഞ്ഞു. നമ്പർ കൊടുത്തു. ദൈവകൃപയാല് അദ്ദേഹം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് ആ പുതിയ നമ്പർ എടുത്ത് അവരുടെ ആ നമ്പറിന്റെ ഓണറിന്റെ പുതിയ നമ്പർ എടുത്ത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ വിളിച്ചു. ആന്റിയാണ് മലയാളി, അങ്കിള് മലയാളിയല്ല. അങ്കിൾ ഇവിടുത്തുകാരനാണ്. അപ്പോൾ അങ്കിൾ ആ ഫോൺ എടുത്ത്, ആന്റി ജോലിക്ക് പോയിരുന്നു. അങ്കിള് ഫോൺ എടുത്ത് അങ്കിള് പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, ഞാൻ വന്നോളാം, നിങ്ങളുടെ ഡ്രസ്സിന്റെ കളർ പറയാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ നിൽക്കുക. ഞങ്ങൾ എൻട്രൻസിന്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക. അവിടെ നിന്ന് ചെന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ബോധമില്ല. ഞാൻ പെട്ടെന്ന് മയങ്ങി വീണു. അന്ന് എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സ്റ്റേഷൻ നിറച്ച ആൾക്കാരാണ്, റെയിൽവേ സ്റ്റേഷൻ നിറച്ചും ആൾക്കാരാ. അവരെല്ലാം പെട്ടെന്ന് തന്നെ ചുറ്റും കൂടി. എല്ലാം ഹിന്ദിക്കാരല്ലേ. ഞാൻ എന്ത് മറുപടി പറയും? എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥ. പ്രഗ്നന്റ് ആന്ന് പറയാൻ പറ്റുമോ? സിന്ദൂരയില്ല, ഒന്നുമില്ല. അവർക്ക് അത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാൻ നിൽക്കുമ്പോ എനിക്ക് തൊട്ടടുത്തൊരു ആന്റി നിപ്പുണ്ടായിരുന്നു. അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആന്റിയോ, ജോലിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആന്റി. പെട്ടെന്ന് ആന്റിയുടെ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് എന്റെ മുഖത്തൊഴിച്ചു. എനിക്ക് ബോധം വന്നു. അതിന് മറ്റുള്ളവരോട് നിങ്ങൾ മാറി നിൽക്കുക, കൊച്ചിന് ശരിക്കും എയർ കിട്ടട്ടെ, അല്ല നിങ്ങൾ ഇങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം മാറി. എന്നിട്ട് എന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് ഇവർ രണ്ടുകൂടെ കൂടി എന്നെ അവിടെ ഇരുത്തി. ആ സമയത്ത് സെയിം സമയത്ത് അങ്കിള് ഞങ്ങളെ തേടി നടക്കുക. ഫോണില്ലല്ലോ, നമുക്ക് വിളിച്ചു. ഞാനിവിടെ അങ്കിള് കാണുന്നുണ്ട്, ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എനിക്കതിലെന്താ കാര്യം എന്നുള്ള രീതിയിൽ അങ്കിള് അന്വേഷിക്കാതെ അങ്കിൾ അങ്ങ് നേരിട്ട് പോയി ഞങ്ങളെ അന്വേഷിക്കുക. കുറെ നേരം എല്ലാം കറങ്ങി തിരിച്ചു വന്നിട്ട് അങ്കിള് കാണാതെ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോ ഒരു ലക്ഷണം, അങ്കിളിനെ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ആന്റിയും കണ്ടിട്ടില്ല. അപ്പൊ അങ്കിള് പറഞ്ഞു, എനിക്ക് നല്ല താടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്കിളിന്റെ താടി നല്ല നീളമുള്ള. അപ്പൊ ഞാൻ നോക്കിയപ്പം അപ്പൊ ഞാനോട് പറഞ്ഞു, ദേ അതുവഴി ഒരു നല്ല നീളമുള്ള ദാടിയുള്ള മനുഷ്യൻ പോകുന്നു. പക്ഷെ എനിക്ക് ദൂരോട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ മയങ്ങി വീണ ആ ഒരു ഇത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ദൂരോട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അങ്കിളിന് ഒരു സംശയം. ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിന് സംശയമായിട്ട് അങ്കിള് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു, കാര്യങ്ങൾ ചോദിച്ചു, ഞങ്ങളെ കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുന്ന് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം അവിടെ ഞങ്ങളെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ റാഞ്ചിയിലെ ജീവിതം ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് ആരോടും, ആന്റിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ കണ്ടാൽ പക്ഷെ ആന്റിക്ക് വൊമിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആന്റിക്ക് മനസ്സിലായി എനിക്ക് വയ്യുന്നു. അങ്ങനെ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 7 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു. 7ാമത്തെ ദിവസം പറഞ്ഞു, മോളെ നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം, ഞാൻ മേടിച്ചു തരാം. ആന്റി അഡ്വക്കേറ്റിന്റെ കൂടെ സ്റ്റെനോ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആന്റിക്ക് ഒത്തിരി അഡ്വക്കേറ്റ്സും അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ നീ ജോലി ചെയ്യുന്നെങ്കിൽ ഞാൻ നിനക്ക് ഇവിടെ ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ശരി ആന്റി ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ആന്റി നമ്മൾ ഡോക്ടർ എന്നെ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയണ്ട. എന്നെ കണ്ടാൽ പറയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആന്റി പറയണ്ട, നമുക്ക് ഈ കാര്യം ഒളിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാം. ഞങ്ങള് മെയ് 12-ാം തീയതി വിവാഹം കഴിഞ്ഞു. സെപ്റ്റംബർ 1-ന് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അതായത് ഞാൻ പറഞ്ഞു, പറയണ്ട ആന്റി, നമുക്ക് അങ്ങനെ പോയി ജോലിക്ക് ചോദിക്കാം. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ജോലി ശരിയായി. 7 ദിവസം ഞാൻ ആന്റിയുടെ വീട്ടിൽ നിന്ന് പോയി വന്നു. ഇവിടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അവിടുന്ന് പിന്നെ ഞങ്ങള് അവിടേക്ക് ഒരു റൂം എടുത്ത് മാറാന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ കൈ കാലിയാണ്.
കയ്യിലൊന്നുമില്ല. കാര്യം നമ്മൾ ജോലിക്ക് കയറുന്ന ഉടനെ നമുക്ക് പൈസ കിട്ടില്ലല്ലോ. അന്നും ജാർഖണ്ഡിലൊക്കെ അന്ന് സാലറി വളരെ ചുരുക്കം, വളരെ കുറവാ. അപ്പോൾ ആന്റി പറഞ്ഞു, മക്കളെ നമുക്ക് അവിടേക്ക് ഒരു റൂം നോക്കാം. അങ്ങനെ 15 ദിവസം ആന്റിയുടെ കൂടെ താമസിച്ചു. 7 ദിവസം ആന്റിയുടെ അടുത്തുനിന്ന് ജോലിക്ക് പോയി. ഫുള്ള് 15 ദിവസം താമസിച്ചു. നമ്മളെ ഒരു കാര്യം ആന്റിയോട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്തില്ല ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആന്റിക്ക് നമ്മളെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ, ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ട, പ്രഗ്നന്റ് ആണല്ലോ, അതുകൊണ്ട് യാത്ര ചെയ്യേണ്ടെന്ന് ഓർത്ത് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ റൂം എടുത്തു. അതൊരു കണ്ടത്തിനകത്താ, ഒരു വയലിനകത്ത്. അത് ഇവിടുത്തെ മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത നമ്മൾ ഭയങ്കരമായിട്ട് തെന്നുന്ന മണ്ണാ. നമ്മളൊരു കാലെടുത്ത് വെച്ചിട്ട് അടുത്ത കാലെടുത്ത് വെക്കണേ സൂക്ഷിച്ചില്ല എപ്പം നമ്മൾ വീണെന്ന് അറിയില്ല. അതുപോലെ ഭയങ്കര പശ മണ്ണാണ്. അപ്പൊ ഈ മഴയുടെ സമയവുമാ. ഞങ്ങൾ വീട് നോക്കാൻ പോയെന്ന് ഒരു മഴയില്ല, അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് തോന്നി. ഞങ്ങൾ ഒരു റൂം എടുത്തു. 500 രൂപയുടെ ഒരു റൂം. അതിനകത്ത് ആസ്പെറ്റോസ് ഇട്ട വീടാണ്. ഡോറിന്റെ അടിവശം ഒരു ഏകദേശം ഒരു 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 അടിയോളം പൊങ്ങിയിട്ടാണ് ഡോറ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര ഭാഗത്ത് തുറന്നു കിടക്കുക. അങ്ങനെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം എല്ലാം റൂമിലേക്ക് വരും. ഒരു പായിടാൻ മാത്രമുള്ള സ്ഥലം നനയില്ല. സൈഡിൽ നിന്ന് നനയും. എവിടെ നിന്നൊക്കെയാണോ മഴ വരും, വെള്ളം ഫുള്ള് ഞങ്ങളുടെ റൂമിലാണ്. ഞങ്ങൾ ആ ഒരു പായിട്ട്, ഞങ്ങളുടെ ആ ഒരു പായും ഒരു ബെഡ്ഷീറ്റും അതേ ഉള്ളൂ. പിന്നെ 2 ചെറിയ പാത്രങ്ങള്, അങ്ങനെ ചുരുക്കം സാധനങ്ങളേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും മേടിക്കാൻ ഞങ്ങളുടെ ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് അവിടെ താമസിച്ചു തുടങ്ങി, ജോലി തുടങ്ങി. പക്ഷെ മഴ വരുന്തോറും എനിക്ക് മുമ്പോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായി തുടങ്ങി. കാര്യം മഴയത്ത് ഞാനൊന്ന് വീണു പോയാൽ അത് എന്നെ മാത്രമല്ല വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്ഷീണമുണ്ട്, പക്ഷെ ഡോക്ടറോട് പറയാൻ പേടിയാ. അങ്ങനെ അതുകൊണ്ട് മെഡിസിനും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാം. ഇടയ്ക്ക് ആരും കാണാതെ, ജോലിക്കിടയിൽ ആരും കാണാതെ ഓടിപ്പോയി ഛർദ്ദിക്കും. ഫുഡ് വേണ്ടതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല. അന്നൊന്നും എനിക്ക് ഫുഡ് വേണ്ട, കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സ്മെല്ലോ ഫുഡോ ഒന്നും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു മാസം ഞങ്ങൾ വളരെ പ്രയാസത്തോടാണെങ്കിലും ആ വീട്ടിൽ താമസിച്ചു. അവിടുന്ന് പിന്നെ റോഡ് സൈഡിലേക്ക്, ഹോസ്പിറ്റലിന്റെ കുറച്ചുകൂടെ അടുത്തോട്ട് ഒരു റൂം കിട്ടി. അതും 500 രൂപയുടെ റൂം ആണെങ്കിലും സെപ്പറേറ്റ് വാഷ്റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെയെന്ന് വെച്ചിട്ട് അവിടെ ഒരു 7-8 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. എല്ലാം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഉള്ളവരാ. അവരെ സംബന്ധിച്ച് ആ സമയങ്ങളിൽ ഇപ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ആ സമയങ്ങളിൽ അവർക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ആ ബാത്റൂം ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ വാഷ്റൂം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ ഈച്ച ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഈച്ചയുടെ ഒച്ച കേൾക്കാം. ലൈറ്റ് ഇല്ല അതിനകത്ത്, ഫുള്ള് കവർ ചെയ്തിരിക്കും, പക്ഷെ ലൈറ്റ് ഇല്ല. അങ്ങനെ അതുകൊണ്ട് ആ ബാത്റൂം ഇപ്പൊ എനിക്ക് പേടിയാ. കാര്യം അതിനകത്ത് അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈച്ചയുടെ സൗണ്ട് കാരണം, സ്മെല്ലും കാരണം കയറാൻ പറ്റത്തില്ല. നോർമൽ സ്മെൽ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതും കൂടെ ആവുമ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ട് ആ ഒരു മാസം 1ഉം 2ഉം എല്ലാം ഒരു റൂമിന്റെ സൈഡിൽ പായിട്ട് ഞങ്ങൾ കിടക്കും. ഒരു കോണിൽ ഞങ്ങൾ 3-4 കട്ട എടുത്തോണ്ട് വെച്ച് അവിടെ ഫുഡ് ഉണ്ടാക്കും. ഇപ്പുറത്തെ സൈഡില് പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം വെച്ച് 1ഉം 2ഉം സാധിച്ച് പുറത്തു കൊണ്ട് കളയും. അങ്ങനെ ഒരു മാസം അവിടെ കഴിച്ചു കൂട്ടി. അങ്ങനെയാണ് ഞങ്ങൾ മാറുന്നത്. അവിടുന്ന് മാറി. പിന്നെ നമുക്ക് വാഷ്റൂം സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഉള്ള റൂമാണ്. വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. ഏകദേശം കുഞ്ഞൊരു 6 മാസത്തോളമായി. പക്ഷേ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല. എനിക്ക് പേടിയാവും, ഇനി അവസ്ഥ എങ്ങനെയാണ്, ഈ കുഞ്ഞിനെ കിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ തുടക്കത്തിൽ എന്നോട് പറഞ്ഞത്. അപ്പൊ പ്ലാസന്റെ ഇതാവുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടാൻ പാടാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഡോക്ടറെ കാണാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് മാഡത്തിനെ കൺസൾട്ട് ചെയ്യണം, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെന്നാ വാ പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ച് ഇനി സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീണ്ടും റെസ്റ്റിൽ ഇരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ആരും സപ്പോർട്ടില്ല. ദേവദാസിന് ഹിന്ദി അറിയില്ല. ഞങ്ങൾ സുവിശേഷം പറഞ്ഞു തുടങ്ങിയിട്ടില്ല, അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പേടിച്ചിട്ടാണെങ്കിലും ഡോക്ടറോട് പറഞ്ഞു മോള് വാ കാണിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പഴയ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. കാണിച്ചു കഴിഞ്ഞ വിഷയം എനിക്കറിയാം. കാണിക്കാതെ തന്നെ എന്നോട് പറഞ്ഞൊരു എന്നോട് അന്ന് കാണിക്കാൻ പറ. ന്യൂ അഡ്മിഷൻ പോലെ അങ്ങ് എടുത്തു, അല്ലാതെ പഴയ പേപ്പറുകളൊന്നും കാണിച്ചില്ല. അങ്ങനെ എന്നോട് ഒരു സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായി തീരും. അങ്ങനെ പിറ്റേ ദിവസം സ്കാനിങ്ങിന് സമയം തന്നു.
സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമിൽ വെച്ചും പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ വേല ചെയ്യണം, സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് ഇങ്ങനെ പോയേ പറ്റുള്ളൂ, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കണം, അതുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നുപോയി. സ്കാൻ ചെയ്തപ്പോൾ നോർമൽ, പ്ലാസന്റ നോർമൽ, ബേബി നോർമൽ. വളരെ സന്തോഷം തോന്നി. കാര്യം ഈ കുഞ്ഞിനെ ലഭിക്കില്ല, ബ്ലീഡിങ് ആകും, അമ്മയെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് ബേബി സെപ്പറേറ്റ് എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ജോലി ചെയ്യും. ഞാൻ അവിടെ ന്യൂ ആണ്, മറ്റുള്ള ജൂനിയർ ആണ്. ഞാൻ ആ ഹോസ്പിറ്റൽ പുതിയതല്ലേ, അപ്പോൾ അന്ന് ആ ഹോസ്പിറ്റൽ ലിഫ്റ്റ് ഇല്ല. 25 പ്രാവശ്യമൊക്കെ എന്നെ സ്റ്റെപ്പ് കയറി ഇറക്കി. ഓരോ കാര്യത്തിനും മോളെ അവിടെ പോയി ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോവാ, മോളെ അതിനെ നോക്കിട്ടോ, ആ പേഷ്യന്റ് ഒരു കാര്യം ഒന്നിച്ച് പറയില്ല. ഞാൻ ഒരു ദിവസം എനിക്ക് എൻ്റെ 7 മണി മുതൽ എൻ്റെ 2 മണി വരെയുള്ള ഡ്യൂട്ടിയിൽ 25 പ്രാവശ്യം ഞാൻ അഞ്ചാം നില താഴെ മുകളിലും കയറി ഇറങ്ങും. അങ്ങനെ അവസ്ഥകൾ. മിക്കപ്പോഴും കഴിക്കാനൊന്നുമില്ല, അതിന്റെ ക്ഷീണം ഒരിടത്ത്, കഴിക്കാൻ ഇല്ലാത്തതും കഴിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ ക്ഷീണം ഒന്നിച്ച് എൻ്റെ ശരീരത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്കായിട്ട് നാട്ടിലേക്ക് കടന്നു വന്നു. ആ സമയങ്ങൾ കുഞ്ഞ് വയറ്റിലായിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നാട്ടിൽ ചെന്ന് സുനാമിയുടെ സമയമായിരുന്നു നാട്ടിൽ. ഞങ്ങൾ അന്നേരമാണ് കടന്നു പോകുന്നത്, 2024 24. അപ്പോൾ അങ്ങനെ ഡിസംബർ ആ സമയത്ത് ഞങ്ങൾ കടന്നു പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ, എന്നെ കണ്ടതും എൻ്റെ മാതാവ് പറഞ്ഞു, മോളെ നിനക്ക് ഡേറ്റ് തെറ്റി, നിനക്ക് സമയമൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്ര മാസമായി. സമ്മതിക്കത്തില്ല അവര്. ഇല്ല, നിനക്ക് ഡേറ്റ് തെറ്റിയതാ. കാര്യം വയറും ഇല്ല, ഞാൻ ആളും സൈസ് ഇല്ല, വയറും എനിക്ക് ഒട്ടുമില്ല, വല്ലാത്തൊരവസ്ഥയില്ല. ഇതിനകത്ത് ബേബി ഉണ്ടെന്ന് ആരും കണ്ടാ പറയില്ല, ആ ഒരു രീതിയില്ല. കാര്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. അവിടെ ചെന്ന് നാട്ടിൽ കൂത്താട്ടുകുളത്ത് ആദ്യം ഡോക്ടറെ കാണിച്ചു. പറഞ്ഞു കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, അമ്മയ്ക്കും നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ അവിടുന്ന് മെഡിസിൻ ഒക്കെ അവർ തന്നു. അവിടുന്ന് ഞങ്ങള് വീട്ടിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയി. ജിമിച്ചാന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയി. അവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങള്, നാത്തൂന്, ഞങ്ങള് അദ്ദേഹത്തിന്റെയും ഡെലിവറി ഡേറ്റ് അടുത്ത് വരുവാൻ, സെക്കൻഡ് ബേബി, എൻ്റെ ഫസ്റ്റ്. എനിക്ക് ആ ഡെലിവറി സമയമാകുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് വരാനായിരുന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററിലോയ്ക്ക് BP കൂടി, എക്ലാംസി അടിച്ചു, ഫിറ്റ്സ് വന്ന് സീരിയസ് കണ്ടീഷനിലായതുകൊണ്ട് അവര് കുഞ്ഞ് ജനിച്ചപ്പോൾ 1 കിലോ 300 ഗ്രാമേ ഉള്ളായിരുന്നു അവളുടെ കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിനെ ഞാൻ ഏകദേശം 1 മാസത്തോളം ഞാനാ നോക്കി. ഇവർക്ക് പിന്നെ പേടിയായി, എന്നെ വിടാൻ പേടിയായി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ വീടിന് തൊട്ടടുത്ത് മേരി ക്യൂൻസ് ഹോസ്പിറ്റലുള്ളത്. അപ്പൊ അവിടത്തെ ഡോക്ടർമാരെ കാണിച്ചു. പിന്നെ അവിടെ ആദ്യമേ കാണിച്ചതന്നെ അവിടെ ആയിരുന്നു, വീണ്ടും അവിടെ തന്നെ കാണിച്ചു. അവിടെയായിരുന്നു എൻ്റെ ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടക്കുമ്പോഴും എനിക്ക് ഒരു രാത്രി മുതലേ പെയിൻ ഉണ്ട്. പെയിൻ വളരെ കൂടുന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് ഡെലിവറി നടക്കുന്നില്ല. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ ഡോക്ടർ വന്നു നോക്കിയപ്പം ആ പൊസിഷൻ തന്നെയാണ് 8:30 നോക്കുമ്പോഴും എൻ്റെ അവസ്ഥ. പെയിൻ വളരെ കൂടുതലായിട്ട്. അവിടെ എൻ്റെ ജ്യേഷ്ഠന്റെ വൈഫ്, അതായത് ജൂൻചാന്റെ ചേട്ടന്റെ ഭാര്യ നേഴ്സാ. ചേച്ചി ലേബർ റൂമിൽ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വേദനയെല്ലാം കാണുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചേച്ചി കൂട്ടത്തിൽ കരയുന്നുണ്ട്. അതുപോലെ എനിക്ക് പെയിനാ, പക്ഷെ എനിക്ക് ഡെലിവറി ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവരെല്ലാം പറഞ്ഞാൽ ചേച്ചി അവരോട് പ്രാർത്ഥിക്കാൻ പറ, എനിക്കൊന്നും ആവുന്നില്ല. അപ്പോൾ 8 മണി ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, 8:30 ആയപ്പോൾ വന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് വെയിറ്റ്, ഇത്രയും പെയിൻ അല്ലേ, നമുക്കിനി ഡെലിവറി വേണ്ട, നമുക്ക് സിസേറിയൻ ചെയ്യാം. അപ്പൊ ഞാൻ ചേച്ചിയോടും ചോദിച്ചു, ഞാൻ ഇത്രയും വേദന സഹിച്ചല്ലേ ചേച്ചി, അവരോട് പ്രാർത്ഥിക്കാൻ, പുറത്തിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ, എനിക്ക് ഇത്രയും വേദന സഹിച്ചിട്ട് ഇനിയും സിസേറിയനും കൂടെ, രണ്ടും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഫുള്ളായി, എനിക്ക് ലേബർ പെയിൻ കൂടി, പെട്ടെന്ന് ഡെലിവറി നടക്കാൻ എന്നെ പെട്ടെന്ന് ഡോക്ടർ ടേബിളിലേക്ക് കൊണ്ടുപോയി. ഇവര് പെട്ടെന്ന് ചേച്ചിയും ഡോക്ടറും ഒരുപോലെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു, എന്ത് പറ്റി ഇവരങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞിന്റെ കഴുത്തില് പുക്കിൾ കൊടി 2 ചുറ്റാണ്. അതുകൊണ്ടാണ് കുഞ്ഞു പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായത്. ആ സമയത്തും കുഞ്ഞ് പുറത്തു വരാതിരിക്കാൻ ശരിക്കും ആ കുഞ്ഞിനെ ലഭിക്കേണ്ടതല്ല, ആ ഒരു രീതിയിലാണ് അവനെ ലഭിച്ചത്. അത് മാത്രമല്ല കുഞ്ഞിന്റെ വെയിറ്റ് 2.85.
എല്ലാരും പറഞ്ഞു വെയിറ്റ് കാണുകയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2.85 ആണെങ്കിൽ അവനൊരു 3.5 കിലോയുടെ ആളെ കണ്ടാ പറയും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കർത്താവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് 4 മാസം ഞങ്ങള് നാട്ടിൽ തന്നെയായിരുന്നു. 4 മാസം കഴിഞ്ഞ് വീണ്ടും റാഞ്ചിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ചോദിച്ചാൽ കുഞ്ഞായി കഴിയുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമുള്ള വീട് ഞങ്ങൾ എടുത്തു. അതായത് നല്ല റൂം, അതിനകത്ത് തന്നെ ടോയ്ലറ്റ്. അത് ഞങ്ങൾ എടുത്ത ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ വീടാണ്. അദ്ദേഹത്തിന് നാട്ടിലും കേരളത്തിലൊക്കെ പോയി മലയാളികളുമായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഒരു റൂം, ജസ്റ്റ് ഒരു സിറ്റ് ഔട്ടും കിച്ചണും വാഷ്റൂമും ഞങ്ങൾക്ക് ഉള്ളെങ്കിലും ആ ഫുൾ വീട് നമുക്ക് സാന്ദ്രമാണ്. കുഞ്ഞിനെ രാവിലെ എടുത്തോണ്ട് പോകും, അവരുടെ ബെഡ്റൂമിലാണ് കൊണ്ട് ഉറക്കുന്നത്. അങ്ങനെ സ്വന്തം വീട്, സ്വന്തം മക്കളെ പോലെ നല്ല സൗകര്യം, ഒന്നിനും കുറവില്ലാതെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. പിന്നെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷെങ്കില് ഞങ്ങൾ പോയത് റാഞ്ചി സുവിശേഷ വേലയ്ക്കാണ്. പക്ഷെ ഞാൻ ഇന്ന് ജോലി ചെയ്യുകയാണ്, ഹസ്ബൻഡ് കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുക. ആ ഒരു അവസ്ഥയല്ല അന്നേരം ഉള്ള അവസ്ഥ. അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നതാ, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല. ഞാൻ മടുത്ത് വരുമ്പോ പിന്നെ ഞങ്ങൾക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങി സുവിശേഷം പറയാൻ പോകാൻ, അല്ലെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കാനോ ഉള്ളൊരു സാഹചര്യത്തിലല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ആരെങ്കിലും ഒരു 1000 രൂപ സപ്പോർട്ട് തന്നായിരുന്നെങ്കിൽ ജോലി റിസൈൻ ചെയ്യായിരുന്നു. നമ്മൾ ചോദിച്ചത് അത്രേ ഉള്ളൂ. അന്ന് നമുക്ക് അങ്ങനെ തോന്നി. നമ്മൾ ചോദിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദൈവദാസൻ പറഞ്ഞു, ജിം പാസ്റ്ററെ, ഞാനൊരു 1000 രൂപ വെച്ചു പാസ്റ്റർക്ക് മാസം തരാം. നമ്മൾ അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കർത്താവിനോട് ചോദിച്ചു, 1000 രൂപ ചോദിച്ചു, അത് പിറ്റേ മാസം മുതൽ കിട്ടുക. അപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. ആദ്യത്തെ ലെറ്റർ കീറിക്കളഞ്ഞു, രണ്ടാമത്തെ ലെറ്ററും കീറിക്കളഞ്ഞു. എന്നോട് പറഞ്ഞു, നിനക്ക് എന്ത് പറ്റി, നിനക്ക് ക്വാർട്ടേഴ്സ് തരാം, ഇങ്ങോട്ട് തന്നെ നീ ഷിഫ്റ്റ് ചെയ്തു, നിന്റെ കുഞ്ഞിനെ നോക്കാൻ ഞാൻ സ്റ്റാഫിനെ തരാം, നിനക്ക് സാലറി കൂട്ടി തരാം. കാര്യം മലയാളി സ്റ്റാഫ് ഉള്ളോട് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് എന്ത് ജോലി ചെയ്യുന്നു അതിൽ വിശ്വസ്തതയായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ച എന്ത് ജോലിയാണോ അത് വിശ്വസ്തയോടെ ചെയ്യണം. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്നോട് മലയാളികളായിട്ടുള്ള മറ്റു സ്റ്റാഫിനോട് ചോദിക്കുമായിരുന്നു, നിനക്ക് എന്നാ ഈ ഹോസ്പിറ്റലിൽ എഴുതി തരും, നീ ഇതിന് മാത്രം ജോലി എന്തിനാ? ഞാൻ പറയും, എനിക്ക് എന്റെ ഡ്യൂട്ടി ടൈമിംഗ് ഉണ്ട്. എനിക്ക് ആ ടൈം 8 മണിക്കൂർ അല്ലെ 7 മണിക്കൂർ എന്റെ ഡ്യൂട്ടിയാണ്. എന്റെ കടമ ഞാൻ ജോലി ചെയ്യുക, ഞാൻ ഇരിക്കാൻ വന്നതല്ല. അതിന്റെ സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ കിട്ടുന്ന സമയത്ത് റൂമുകളിൽ കയറി അവരോട് സുവിശേഷം പറയും. പിന്നെ സിസേറിയനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പറേഷനൊക്കെ പോകുന്നതിന് ഭയങ്കര പേടിയായിരിക്കും ആൾക്കാർക്ക്. അവരുടെ അടുത്ത് പോയി യേശുവിനെ കുറിച്ച് പറയും, പ്രാർത്ഥിക്കും. നമുക്കൊരു നല്ല അവസരം കിട്ടുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സമയം മറ്റുള്ള സ്റ്റാഫ് റെഡി ആക്കേണ്ട കേസ് പോലും ഞാൻ കയറി പിടിക്കും. കാര്യം എനിക്ക് അവരോട് എങ്ങനെയും യേശുവിനെ കുറിച്ചൊന്ന് പറയാം. അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ ചെയ്ത്, അതുകൊണ്ട് ഹോസ്പിറ്റൽ അവിടുത്തെ മാനേജ്മെന്റിനും സ്റ്റാഫും എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാൻ റിസൈൻ ചെയ്യാൻ വന്നപ്പോൾ അവർക്കെല്ലാം വിഷമമായി. നീ പോവണ്ട എന്ന് പറയും. ഞാൻ പറയില്ല, എനിക്ക് പോകണം. 3-ാമത്തെ പ്രാവശ്യം റിസൈൻ കൊടുത്തിട്ട്, ഇത് കീറിയാലും കീറിയില്ലേലും ഇനി ഞാൻ നിൽക്കില്ല, ഞാൻ വന്നത് ഇതിനല്ല മാഡം. ഞാൻ ലാസ്റ്റ് ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ ഇതിനല്ല വന്നേ, എന്നെ ദൈവം ഇങ്ങോട്ട് വിട്ടത് വേറെ ഒരു കാര്യമാണ്. ഞാൻ ദൈവത്തിന്റെ സേവ ചെയ്യാനാ വന്നേ. പക്ഷെ ഞാൻ വന്നു ജസ്റ്റ് എനിക്ക് നാടിനെ കുറിച്ചൊന്ന് പഠിക്കണമായിരുന്നു. ഞാൻ ജോലി ചെയ്തു, എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവരത് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ നല്ല സൗകര്യത്തിൽ നിന്നൊക്കെ, കാര്യം അവിടെ ആ റൂമിന്റെ റെന്റ് 1650 രൂപ ആയിരുന്നു. ഇന്നൊരു 10,000 രൂപ കൊടുത്താലും കിട്ടുകയാത്തൊരു, അങ്ങനെ ഒരു നല്ല സൗകര്യമുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും റൂം ഷിഫ്റ്റ് ചെയ്യണം. കാര്യം ഞങ്ങൾക്ക് ആ കൂടെ കിട്ടാൻ പോകുന്ന 1000 രൂപ. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു റൂം കിട്ടി. അത് പച്ചക്കറി കച്ചവടം നടത്തുന്നവരുടെ വീടാണ്. അവര് ഏകദേശം ഒരു 35 പേര് താമസിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 600 രൂപ റൂം, അതിനകത്ത് ഒരു റൂമും ഒരു കിച്ചൺ സെപ്പറേറ്റും ഉണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ രൂപത്തിലാണ്. കാര്യം ആ നടുക്കാണ് അവര് കൽക്കരിയൊക്കെ വെച്ച് റൊട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ. ആ നടുക്ക് കിച്ചൺ ഉണ്ടല്ലോ, അവർ കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 35 അംഗങ്ങളുണ്ട് ആ വീട്ടിൽ മൊത്തത്തിൽ. ഒരു പച്ചക്കറി കച്ചവടം, ഒരു രാവിലെ മുതിർന്നവർ പച്ചക്കറി കച്ചവടത്തിന് പോകും, പിള്ളേർ പഠിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാണ്. ഞങ്ങൾ എന്തായാലും സന്തോഷത്തോടെ ആ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ദൈവമക്കളാണല്ലോ, അതുകൊണ്ട് 1000-900 നമ്മളേത് 100 നമ്മൾ മാറ്റി വെക്കുമല്ലോ കർത്താവിന് വേണ്ടി. അതിനുശേഷം ഞങ്ങൾ അതിൽ നിന്നൊരു തുക മാറ്റി വെക്കും, ഫോൺ ചെയ്യാൻ നാട്ടിലോട്ട്. അന്ന് നമ്മൾ കോയിൻ ഇട്ട് ഫോൺ ചെയ്യുന്ന, അതുകൊണ്ട് 2 വീട്ടോട്ട് ഫോൺ ചെയ്യണമല്ലോ. അപ്പൊ അത് മാറ്റി വെക്കും.
പിന്നെ കുഞ്ഞിന്റെ പാല്, ഫുഡ്, കാര്യങ്ങള് എല്ലാം ഇതിൽ പോണം. അങ്ങനെ ഞങ്ങള് ജീവിച്ചു തുടങ്ങി. അടുത്ത ഒരു ലെവലിലേക്ക് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. അങ്ങനെ ദിവസങ്ങളായി. പതുക്കെ 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 കൈ കാലിയായി. കിച്ചണിൽ പാത്രങ്ങൾ കാലിയായി. ഒന്നും കഴിക്കാനില്ലെന്നായി. അന്ന് വിശപ്പുണ്ട്. നേരത്തെ വിശപ്പില്ലായിരുന്നു. അപ്പൊ കഴിക്കാൻ വേണ്ടായിരുന്നു. പിന്നെ വിശപ്പായി കഴിഞ്ഞപ്പം കഴിക്കാനില്ലെന്നായി. ഞങ്ങള് ദിവസങ്ങൾ ഇങ്ങനെ 3ഉം 4ഉം ദിവസം കഴിക്കാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ മോനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല മിടുക്കനായിട്ട് നല്ല സൈസ് ഉണ്ട്. ആൾ നല്ല ഉരുണ്ടായിരിക്കും. എല്ലാവരും ചോദിക്കും എന്താ ഈ കുഞ്ഞിന് കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. പക്ഷെ നമുക്കേ അറിയുള്ളൂ കുഞ്ഞിന് എന്താ കൊടുക്കുന്നതെന്നുള്ളത്. ഇങ്ങനെ ഈ കുഞ്ഞിനോട് പോകുമ്പോൾ പറയും ഒന്ന് കുഞ്ഞിനെ കൊണ്ട് വരണേ, വീടുകളിൽ ഒന്ന് വരണേ എന്ന് പറയും. കൂട്ടുകാരനെ വിളിക്കും, എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തവര്. അപ്പൊ ഞങ്ങൾ പോകും. പോയിട്ട് ഇവിടുത്തുകാര് നമുക്ക് ആദ്യം ബിസ്ക്കറ്റും വെള്ളവും കൊണ്ട് വെക്കും. അത് കഴിഞ്ഞിട്ടാ ചായ ഇടാൻ പോകും. ഇവര് അപ്പം ചിലപ്പോൾ അവരെല്ലാരും ഒന്നും ഫ്രണ്ടിൽ കാണണമെന്നില്ല. ആരും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ഞാൻ 3 ബിസ്ക്കറ്റ് പെട്ടെന്ന് കയ്യിലെടുക്കും. 3 ബിസ്ക്കറ്റ് എടുത്ത് ഒരെണ്ണം കുഞ്ഞിന്റെ കൈ കൊടുക്കും. 2എണ്ണം ഞാൻ ചോദിച്ചാൽ പോക്കറ്റിൽ ഇടും. എന്താന്ന് ചോദിച്ചാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാനില്ല. അപ്പൊ ഒരു നേരം കൂടെ 2 നേരം ഓരോ ബിസ്ക്കറ്റ് കൈ കൊടുക്കാം. അതുകൊണ്ട് ആ ബിസ്ക്കറ്റ് കുഞ്ഞിന്റെ അത് അങ്ങനെ ചെയ്ത് ഞങ്ങൾ പോകും. അങ്ങനെ ദിവസങ്ങൾ ഞങ്ങൾ കഴിഞ്ഞുകൂടിയ സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങള് അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അത് വിട്ടുപോയെങ്കിൽ നമ്മൾ നാട്ടിലുള്ളവർക്ക് തണുപ്പറിയില്ല. തണുപ്പിന്റെ നല്ല സമയം ഡിസംബർ ആയപ്പോ തണുപ്പ് തുടങ്ങി. ഞങ്ങൾക്ക് തണുപ്പിന് ഉപയോഗിക്കാൻ ആകെ നാട്ടിൽ കിട്ടുന്ന ഒരു സൈസ് കറുത്ത നമ്മൾ കരിമ്പടം എന്ന് പറയും, കമ്പിളി കട്ടി കുറഞ്ഞത്. അതുണ്ട്. എനിക്കൊരു ഒരു സെറ്ററുണ്ട്, ഒരു സെറ്ററുണ്ട്. ജാക്കറ്റ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു സെറ്റർ. പക്ഷെ ജാർഖണ്ഡിലെ തണുപ്പ് അന്യായ തണുപ്പാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുതയ്ക്കണമെങ്കിൽ ഈ കമ്പിളി തികയത്തില്ല. ഞങ്ങൾ അതിന് ചാക്ക് പോലെ ആ കമ്പിളി തയ്ച്ചു വെച്ചു. തല കയറ്റിയില്ല, ബാക്കി അകത്തോട്ട് കയറിയും കിടക്കാൻ തക്ക രീതിയിൽ. പക്ഷെ തണുപ്പ് കൂടിക്കഴിയുമ്പം ഒരാൾ അങ്ങോട്ട് തിരിയും, ഒരാൾ ഇങ്ങോട്ട് തിരിയും, കമ്പിളി കീറും. അതിനുള്ള ഇല്ല, രണ്ടുപേർക്ക് പുതയ്ക്കാനുള്ള ഇല്ല. അതിൽ തണുപ്പ് മാറത്തുമില്ല. ഞങ്ങൾ എന്നിട്ട് നേരെ വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കും. ഇവിടുത്തുകാര് കമ്പ് വെച്ച് ഇവിടെ ദത്തുവൻ ചെയ്യാന്ന് പറയും. കമ്പ് വെച്ചാണ് ഒരു പല്ല് തേക്കുന്നത്. മിക്കരും അങ്ങനെ. ഇപ്പോഴെപ്പോഴാണ് പിന്നെയും ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും കമ്പ് ഉപയോഗിച്ച്, അതായത് നീമിന്റെ ആര്യവേപ്പിന്റെ കമ്പ്, അങ്ങനെ പല കമ്പുകൾ ഉപയോഗിച്ച് പല്ല് തേക്കുന്നവരുണ്ട്. അപ്പൊ ഇവര് ഈ കമ്പൊക്കെ പല്ല് തേച്ചിട്ട് അവിടെ ഇടും. ഞങ്ങൾ നേരം വെളുക്കുമ്പോഴേ പോയി ആ കമ്പ് വറുക്കും, തവയെടുക്കും. തവയിൽ ആ കമ്പ് കത്തിച്ചിട്ട് രണ്ടുപേരുടെ ചുരുണ്ടിരിക്കും, അതിന് ചുറ്റും രണ്ടുപേരും ഇരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കമ്പുകൾ, കരിയില, അതെല്ലാം കിട്ടി അത് കത്തിച്ചുകൊണ്ട് പതുക്കെ റൂമിന്റെ അവിടെ വെച്ചിട്ട് രണ്ടുപേരും അവിടെ ഇരിക്കും നേരം വെളുക്കുവോളം. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദേവദാസന്മാരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവർ തിരിച്ചുപോയി. ഞങ്ങളെ കണ്ട് തിരിച്ചുപോയി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുക. അപ്പൊ ആ ദേവദാസൻ ചോദിച്ചു, ദേവദാസിനോട് ചോദിച്ചു, ലൈജു, നിങ്ങളുടെ വീട്ടില് കമ്പിളി ഒന്നും കണ്ടില്ലല്ലോ, നിങ്ങക്ക് കമ്പിളി ഇല്ലേ? ഞാൻ പറഞ്ഞു, ആന്റി ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടാ വച്ചേക്ക? കാര്യം നമ്മുടെ റൂം മൊത്തം കാണാം. ആ രീതി ഒറ്റ റൂമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം, ബെഡിലുണ്ടായിരുന്നു. അപ്പൊ ബെഡേ കട്ടി കുറഞ്ഞ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആന്റി പറഞ്ഞു, അവിടെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ആന്റി, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ, കിടക്കാൻ ചെന്നപ്പോ അവര് ഒരു പുതിയ ബ്ലാങ്കറ്റാ പുതയ്ക്കാൻ ഞങ്ങൾക്ക് തന്നെ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കൊള്ളാന്ന് പറഞ്ഞു. നല്ല വിദേശത്തുനിന്ന് കൊണ്ടുവന്ന നല്ലൊരു ബ്ലാങ്കറ്റ്. അത് ഞങ്ങൾ ഒരു സുഖമായിട്ട് പുതച്ച് കിടക്കാൻ, നല്ല കട്ടി നല്ല ചൂടുമുള്ള കമ്പിളി. അത് ഏകദേശം ഞങ്ങൾ കുറേ നാള് യൂസ് ചെയ്ത ആ ബ്ലാങ്കറ്റ്. അത്ര നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ അതങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ സാഹചര്യങ്ങൾ കുറഞ്ഞു വന്നിട്ടൊന്നുമില്ലാത്ത അവസ്ഥ. ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അവിടം വരെ വരുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് 25 കിലോ അരി കൊണ്ടെത്തുന്നു. ഒരു ചാക്കരി, ഇവിടെ 25 കിലോയുടെ ഒരു ചാക്കരി കൊണ്ടെത്തുന്നു. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് ഞങ്ങൾ എന്ന് വെക്കും? വീട്ടില് ഒന്നുമില്ല കറി വെക്കാൻ. എണ്ണയില്ല, മുളകില്ല, പച്ചക്കറിയില്ല, പയറുവർഗ്ഗങ്ങളില്ല, ഒന്നുമില്ല. ചോറ് വെക്കും. ചോറ് വെച്ച് മോൻ അന്നേരം ഏകദേശം 1.5 വയസ്സുണ്ട്. മോൻ ബ്രസ്റ്റ് ഫീഡ് എടുക്കുന്നതാണ്. അപ്പോൾ മുളക്, ഇവിടുത്തെ മുളക് നോർത്ത് ഇന്ത്യ ജീവിച്ചവർക്ക് അറിയാം. MDHന്റെ ഒരു മുളക് പൊടി കിട്ടും, മറക്കാൻ പറ്റാത്ത മുളക് പൊടി. അതിന്ന് ചോദിച്ചാൽ പോലും ഇവിടെ ഇപ്പോഴും ഉണ്ട് എരിവുള്ള, പക്ഷെ അതൊരു വല്ലാത്തൊരു മുളക്, 5 രൂപ പാക്കറ്റ്.
അത് മേടിച്ചുകൊണ്ട് വന്നു. അതിനകത്ത് വെള്ളം ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിക്കാനില്ല, വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കലക്കി അതും ചോറുമാണ് അതുമാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് വളർത്തിയ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ്. കാര്യം എനിക്ക് ഡിമാൻഡ് കൂടുതൽ. കാര്യം ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും വീട്ടിലില്ലാത്ത സാധനം എനിക്ക് വേണ്ട ഞാൻ നോൺ വെജ് പൊതുവെ കുറവാണ്. ഞാൻ ആ സമയങ്ങളിൽ ചിക്കനും മറ്റും അങ്ങനെ നോൺ വെജ് മീൻ മാത്രമേ കഴിക്കുള്ളായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല മീൻ നോക്കി, തലവശമില്ല, വാലിന്റെ ഭാഗമല്ല, അങ്ങനെ നല്ല മീൻ, നല്ല സാധനങ്ങൾ, ഫ്രൂട്ട്സ്, അന്ന് എല്ലാ സാധനങ്ങളും എൻ്റെ പിതാവ് എനിക്ക് കാര്യമായിട്ട് തന്ന് വളർത്തിയതാണ്. പക്ഷേ ആ ഒരു ലെവലേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് പട്ടിണി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനൊരു സാഹചര്യം വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് തളരും. പക്ഷെ എനിക്കെന്തോ മനസ്സ് തളർന്നില്ല. ഞാൻ പരാതി പറഞ്ഞില്ല. കാര്യം ചോദിച്ചാലാണ് ദൈവശബ്ദം കേട്ടത്. ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തോട് പരാതി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. കാര്യം അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയപ്പോഴും വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 15 ദിവസത്തോളമായി ഈ മുളക് തന്നെ കലക്കി കുടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭക്ഷണം കഴിക്കണ്ടേ, അപ്പൊ ഇച്ചിരി മുളകില്ലാതെ എന്തേലും വേണ്ടേ. അങ്ങനെ 15 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ മുട്ടുകുത്തി ബാത്റൂമിൽ അപ്പൊ എനിക്കിനി പറ്റത്തില്ല, വയറ് നീറുന്നു. എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കണ്ട, എനിക്കിനി പറ്റത്തില്ല. കാര്യം ഇദ്ദേഹത്തിന് മുമ്പിൽ വലിയ ചിരിച്ചൊക്കെ നിൽക്കും, പറയത്തില്ല. പക്ഷെ എനിക്ക് വയറ് നീറുക, എനിക്കിതുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അന്ന് ഒത്തിരി ദിവസം കരഞ്ഞു. എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഞാൻ വന്നു. അന്ന് ഇവിടെ ഒരു പൂജ നടക്കുക, ഛഠ് പൂജ എന്ന് പറയും. അത് സൂര്യ ഭഗവാനെ അവർ ആരാധിക്കുന്ന ഒരു പൂജയാണ്. ആ പൂജയുടെ സമയത്ത് അവർ കുറെ ആൾക്കാർ വേണ്ടിട്ടുണ്ട്. ഇവരെല്ലാം പോയി പുറത്തോട്ട് പോകും. അപ്പൊ ഞങ്ങളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, എന്നാൽ നിങ്ങൾ വീട് നോക്കിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. നോക്കി നിന്നതിന് ശേഷം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ 2 ഡ്രം ഇരിപ്പുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ 2 ഡ്രം വെച്ചിട്ടുണ്ട്. അതിലൊരു ഡ്രമ്മിൽ അവര് പച്ചക്കറി വേസ്റ്റ് ഇടുന്നതും, കാര്യം പച്ചക്കറി വിൽക്കുന്നവരാണല്ലോ അവര്, അപ്പൊ പച്ചക്കറി വേസ്റ്റ് ഇടുന്നതും, രണ്ടാമത്തെ ഡ്രമ്മിൽ ഫുഡൊക്കെ വേസ്റ്റ് വരുന്ന ഇടുന്നതും, അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പച്ചക്കറി ഉള്ള വേസ്റ്റ് പാത്രത്തിൽ കുറച്ച് പച്ചക്കറികൾ കിടക്കുന്നു. ഞാൻ ചോദിച്ചാൽ ഓടി വന്നു, അച്ഛാ അതിനകത്ത് പച്ചക്കറി കിടക്കുന്നുണ്ടല്ലോ. അന്നേരം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ തന്നെ നിന്നോളൂ, ആരെങ്കിലും കയറി വരുന്നോണ്ട് നോക്കാം, നീ പെട്ടെന്ന് പോയി അതെല്ലാം പറക്കി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് റൂമിൽ പോയി ഒരു പാത്രം എടുത്തോണ്ട് വന്ന് അതിനകത്ത് കുറെ തക്കാളി, കിഴങ്ങ്, സവോള അങ്ങനെയെല്ലാം കിടപ്പുണ്ട്. പെട്ടെന്ന് കൈ കിട്ടിയത് എടുത്തു, മുറിച്ചെടുക്കാൻ സമയമില്ല, എടുത്തു റൂമിലേക്ക് ഓടി ചെന്നിട്ട് അത് കട്ട് ചെയ്തു, നല്ലത് നോക്കി എടുത്തു. ഏകദേശം 10-15 ദിവസത്തോളം ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള പച്ചക്കറി ഉണ്ടായിരുന്നു. കിഴങ്ങൊക്കെ ആയിട്ട് പകുതിയില്ല എന്നാലും അത് ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര എന്തോ സമൃദ്ധമായ ഫുഡ് കിട്ടിയതുപോലെ അതുമായിട്ട് ഞങ്ങള് അങ്ങനെ ആ ദിവസങ്ങൾ അതും ഉപയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ ഇറങ്ങും. കുഞ്ഞിനെ കൊണ്ട് അടുത്തുള്ള സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ പോകും. പതുക്കെ ഞങ്ങളുടെ ഈ 25 കിലോ അരിയും തീർന്നു. ഏകദേശം ഒരു 1.5-2 ഗ്ലാസ് അരി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയവർക്കുള്ള ഭക്ഷണം തീർന്നു. ഇനിയുള്ള ഇത് കുഞ്ഞിന് കൊടുക്കണ്ടേ എങ്ങനെയില്ല. അപ്പൊ ഞങ്ങളുടെ കയ്യില് നാട്ടിൽ ചെന്നപ്പോൾ ഒരു 1/2 ലിറ്ററിന്റെ ഒരു കെറ്റില് കിട്ടിയായിരുന്നു, ഇലക്ട്രിക് കെറ്റില്. അപ്പൊ ഗ്യാസ് തീർന്നിരിക്കുക, മറ്റു സാധനങ്ങളൊന്നുമില്ല. ഞങ്ങളത് ആ അരിയിൽ ഒരു പിടി അരി എടുക്കും, കഴുകും, ആ കെറ്റിലിനകത്ത് വേവിക്കും. ആ ചോറ് കുഞ്ഞിന് കൊടുക്കും, വെള്ളം ഞങ്ങൾ കുടിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടി. അങ്ങനെ ഏകദേശം ഞാനൊരു 1-1.5-2 ആഴ്ചയോളം ആ അരി കുഞ്ഞിന് കൊടുത്തു. പലപ്പോഴും ഞങ്ങള് കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ചിലര് നമുക്ക് റൊട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും തരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞുപോയി. നാട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷങ്ങള്, എങ്ങനെ അവിടെ പോകുന്നു എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. എൻ്റെ പിതാവ് വിളിച്ചു ചോദിക്കും, മക്കളെ എങ്ങനെയുണ്ട്. അപ്പം ചോദിച്ചാൽ പറയും, അച്ഛാ ഇവിടെ കനാനാണ്. കനാനിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. കനാനില് സമൃദ്ധിയാണ്, പാലും തേനും ഒഴുകുന്ന സ്ഥലം. അപ്പം അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആരും നമ്മുടെ ആ അവസ്ഥയെ അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ ആരോടും പറയാനും ആഗ്രഹിച്ചില്ല ആ സമയത്തൊന്നും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ കനാൻ കാണാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ വരാൻ തീരുമാനിച്ചു. അതോടുകൂടി പണിയായി. ഞങ്ങൾക്കും വിഷമായി, കർത്താവ് എന്ത് ചെയ്യും. അപ്പോൾ നല്ല ചൂടെന്ന് വെച്ചാൽ കുഞ്ഞിന് പനി, 105 ഡിഗ്രി പനിയാ. റൂമിൽ ഇരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട്
മരച്ചുവട്ടി പോയിരുന്ന ദിവസങ്ങളുണ്ട്. പനി കൂടി റൂമിൽ ഇരിക്കാൻ പറ്റില്ല, ആസ്പെറ്റോസ് ആണ്, ഭയങ്കര ചൂടിറങ്ങും. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് മാതാപിതാക്കൾ വരുന്നത്. വരണ്ടെന്ന് പറയാൻ പറ്റില്ലാത്തൊരവസ്ഥ. അവര് അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ കനാന്റെ അവസ്ഥ അവർക്ക് മനസ്സിലായി. അപ്പൊ നമ്മളങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാതാപിതാക്കളല്ലേ, അവർക്കൊരു വിഷമം. അവര് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വാ, നിങ്ങൾ നാട്ടിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യാം, അതെ നിങ്ങൾ വാ, തിരിച്ചു വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വരത്തില്ല. അവര് കുറച്ച് ദിവസം കൂടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ഫുഡും ഉള്ള സാധനങ്ങളെല്ലാം മേടിച്ച്, അരിയും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും മേടിച്ചു തന്നു. കുഞ്ഞിന് പാല്, കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചെന്ന് ഞങ്ങളുടെ കൂടത്തിലുണ്ട്. പക്ഷെ പോരാ നേരത്ത് പറഞ്ഞു, രണ്ടുപേരുടെയും ടിക്കറ്റ് എടുക്കാനുള്ള പൈസ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നേ പറ്റുള്ളൂ. അതിനോടകം ഇവര് ചെന്നിട്ട് ഇവര് വീട്ടിലും, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി വീട്ടിലും പറഞ്ഞു. അവിടെയും മാതാപിതാക്കളും, ഞങ്ങൾക്ക് 12 സഹോദരങ്ങളാ ഉള്ളെ. 5 പേര് സുവിശേഷ വേല ചെയ്യുന്നു. അപ്പൊ അങ്ങനെ 9 ആണും 3 പെണ്ണും. അപ്പൊ അവിടെയും പറഞ്ഞു. ഇപ്പൊ അത്രയും വലിയൊരു കുടുംബം, അവർക്കും കേട്ടും ഭയങ്കര വിഷമം. ഈ പിള്ളേര് പോയി അവിടെ കഷ്ടം അനുഭവിക്കുന്നു. നമുക്ക് പറയാനൊരു ചർച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് കാണിക്കാൻ. നമ്മൾ ജസ്റ്റ് പുതിയ സ്ഥലവാ, നമ്മളൊന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ. നമ്മള് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ശൂന്യമായ ഒരു അവസ്ഥ. പക്ഷേ പോകാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. യേശുവിനോട് ദൈവം സംസാരിച്ചു, ഞാൻ വന്നു. ഇവിടെ കടന്ന് മരിക്കാൻ ആ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ഓക്കെ, ഞാൻ തയ്യാറാ. പക്ഷെ പരാജയപ്പെട്ടു പോവാൻ ഞാൻ വരത്തില്ല. നമ്മൾ കർത്താവിന് വേണ്ടി വന്നവരാ, കർത്താവിന് വിളിച്ചു വന്നവരാ. പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമ്മള് മനുഷ്യനല്ലേ, ഒന്ന് റീചാർജ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി പോകാം. പക്ഷെ ഒരു കാര്യം, ഇനിയും കർത്താവ് എന്നോട് സംസാരിക്കാതെ ഞാൻ വരില്ല. എന്നോട് സംസാരിക്കട്ടെ, യുവചാനോട് സംസാരിച്ചിട്ട് വാങ്ങിക്കുവാൻ. യുവചാന്റെ കൂടെ ഞാൻ വന്നു, ഒന്നും ചോദിക്കാതെ ഞാൻ വന്നു. പക്ഷെ ഇനി എന്നോട് കർത്താവ് സംസാരിക്കാതെ ഞാൻ തിരിച്ചു വരില്ല. ആ ഒരു കണ്ടീഷനിലാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് 2007 ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥകളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. എന്ത് ചെയ്യണം എന്നൊരു കാര്യം. നമ്മൾ എപ്പോഴും പിന്നെ നമ്മളൊരു പരാജയപ്പെട്ടവരാ. കാര്യം ഒരു സ്ഥലത്തു നിന്ന് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നവര് നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്, ആ ഒരു ഇത്. ഏകദേശം ഞങ്ങള് ദിവസങ്ങൾ മാസങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അവിടെയും പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചും അങ്ങനെയൊക്കെ പലരുടെ കൂടെ, പല ദേവദാസന്മാരുടെ കൂടെ, സഹോദരന്മാരുടെ കൂടെയൊക്കെ നടന്ന് സുവിശേഷം അറിയിക്കാനും അവരുടെ കൂടത്തിൽ മിനിസ്ട്രി ചെയ്തും ഒക്കെ അങ്ങനെ പോയി. എങ്കിലും മനസ്സിന് വളരെ ഭാരമുണ്ട്. കർത്താവെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങള് 2008 രാജകുമാരി എന്ന സ്ഥലത്തേക്ക് ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്കായിട്ട്, ഹൈ റേഞ്ചിൽ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ചർച്ചിൽ 2 ചർച്ചുണ്ട്. ചർച്ച് മാത്രം, ഒരു ഹോള് മാത്രമുണ്ട്, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ റെന്റിന് വീടെടുത്ത് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2 വിശ്വാസികളുണ്ട്. അത് ഒത്തിരി മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു അമ്മച്ചിയും ഒരു മോളും. അവർ 2 പേരുമാണ് മാത്രം ഉള്ളത് അവിടെ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാഹചര്യങ്ങളെല്ലാം മാറി. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള മതസ്ഥരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇതര ക്രിസ്ത്യൻസ്, പന്തക്കോസുകാരല്ലാത്തവര് ഞങ്ങളോട് ഭയങ്കര സ്നേഹം. ഞങ്ങളുടെ ഗ്യാസ് ഇല്ല, ഞങ്ങൾക്ക് ഒരു സൗകര്യങ്ങളും ഇല്ല. ഇപ്പോഴും ഞാൻ നന്ദിയോട് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരു അങ്കിളും ആന്റി, 2 പേരും ആസ്മ പേഷ്യന്റാ. 2 പേരും ശ്വാസം വിടാൻ ഭയങ്കരമായിട്ട് വലിക്കുന്നവരാ. പക്ഷെ അവരുടെ ഗ്യാസ് സിലിണ്ടർ ഞങ്ങൾക്ക് തന്നു. പറഞ്ഞു, ഈ പിള്ളേർ കഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് തോന്നില്ല, ഇവർക്ക് ഇങ്ങനെ ഹൈ റേഞ്ചിലൊക്കെ വന്ന് വിറകെടുക്കാനോ വെള്ളം അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളവരല്ല. അതുകൊണ്ട് ഒരു കാര്യം ഈ നമ്മുടെ സിലിണ്ടർ അങ്ങ് കൊടുത്തേ. അവർക്ക് ഒരേ ഒരു സിലിണ്ടറേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് തന്നു. വേണ്ടാന്ന് പറഞ്ഞു, ഇല്ല നിങ്ങൾ വെച്ചു, ഞങ്ങൾ വിറകൊക്കെ ചുമ്മാ ജീവിക്കുന്നവരാ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ അത് കിട്ടി. പതുക്കെ ആ ദേശത്ത് ഉള്ളവർ ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഞങ്ങളോട് ഭയങ്കര കാര്യം. അങ്ങനെ ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞോടെ, കണ്ടോ, കർത്താവ് വിട്ട സ്ഥലം ഇതാ. നമ്മൾ സ്വന്തം നമ്മള് നമ്മുടെ ഇഷ്ടപ്രകാരം റാഞ്ചിക്ക് വന്നു, ദൈവവിളി ഉണ്ടെന്നും പറഞ്ഞു വന്നു. പക്ഷെ അവിടെ ഒന്നും നടന്നില്ല. പക്ഷെ കർത്താവ് വിട്ട സ്ഥലത്ത് പോയപ്പോൾ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കി തരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റെന്റിന് താമസിച്ചപ്പോൾ ന്യൂചാന്റെ ഒരു സുഹൃത്ത്, ഈ സഹോദരന്മാരുടെ എല്ലാം ഒരു സുഹൃത്താണ്, അദ്ദേഹം ഞങ്ങൾക്ക് പാഴ്സനേജ് പണിയാൻ പൈസ തന്നു. അങ്ങനെ പാഴ്സനേജ് പണിതു, 2 റൂം, ആ ഹോള് പുതുക്കി പണിതു. ആ ഹോള് ഞങ്ങൾ പാഴ്സനേജ് ആക്കി.
ഏകദേശം ഒരു 10-500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോൾ അവിടെ പണിതു. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വെള്ളമില്ല, മുകളിലത്തെ ഭാഗത്ത് വെള്ളമില്ല, അതുകൊണ്ട് എല്ലാവരും ആ ഏരിയ വിട്ടിട്ട് എല്ലാം താഴെ ഭാഗത്തേക്കാണ് വീട് വെക്കുന്നത്. കാര്യം അവിടെ വെള്ളം കിട്ടത്തില്ല. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിന് സൗകര്യം, ഞങ്ങൾ ബോർവെൽ അടിച്ചു. 80 അടി ആയപ്പോൾ വെള്ളം കിട്ടി. 120 അടി അടിച്ചുള്ളൂ. ബാക്കി അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ആ വീടിന്റെ നേരെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഏകദേശം ഒരു എന്താ ഒരു 1/2 കിലോമീറ്റർ ഇല്ല. അവര് 400 അടി അടിച്ചിട്ടും വെള്ളം കിട്ടാതെ അത് കുഴി മൂടേണ്ട അവസ്ഥ വന്നു. പക്ഷെ നമുക്ക് 80 അടി വെള്ളം കിട്ടി. അപ്പൊ ആ ദേശത്തുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ആ കുഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഇവൻ എന്നും ഒരു പിതാവുണ്ട് അവിടെ. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു പിതാവുണ്ട്. എന്നും അദ്ദേഹം സിറ്റി പോകും. ഹൈ റേഞ്ചുകാരുടെ ഒരു പ്രത്യേകത, ഒരു സിറ്റി എത്ര വീട്ടിൽ എത്ര കാര്യം ഉണ്ടെങ്കിലും അവർ രാവിലെ ഒന്ന് സിറ്റി പോയി ഇരുന്ന് അവർ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് അവർ കൂട്ടുകൂടിയിരുന്ന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ അപ്പച്ചൻ എന്നും സിറ്റി പോകും. സിറ്റി പോയിട്ട് വരുമ്പോൾ ഒരു പൊതി കൊണ്ടുവരും കുഞ്ഞിനുള്ള. എന്തെങ്കിലും ഒരു പൊതി കാണും മോന് കഴിക്കാനുള്ള. ഡെയിലി അത് കിട്ടും. അവന്റെ കാര്യത്തിൽ അങ്ങനെ. അതുപോലെ മറ്റുള്ള നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ളവരും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആദ്യഫലം ഉണ്ടാകുന്നത് എനിക്കാ. ചേച്ചിക്ക് കൊടുക്കുക, അവിടുത്തെ പിള്ളേർ ചേച്ചി കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ സാധനങ്ങളും സാഹചര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. വിശ്വാസികൾ വരാൻ തുടങ്ങി. മലയാളികളും തമിഴരുമായിട്ടുള്ള അനേക വിശ്വാസികൾ വരാൻ തുടങ്ങി. ഏകദേശം 2 വർഷം കൊണ്ട് 2 വർഷത്തിനുള്ളിൽ നല്ല പ്രോഗ്രസ് ആയി. അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി, കണ്ടോ ഇവിടെ ആരും നിങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഇവിടെ ആയിരുന്നു, അതിനു പകരം നിങ്ങൾ പോയി അവിടെ കിടന്ന് കഷ്ടം അനുഭവിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ, പക്ഷെ ഞങ്ങൾക്കൊരു ഭയങ്കര വേദനയാണ്. നമ്മള് ഇപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്നത് റാഞ്ചിക്ക് പോകാനാ, ചെയ്യുന്നത് നമ്മള് രാജകുമാരിയിലാണ്. യോനയുടെ ഒരു അവസ്ഥയാ. ഞങ്ങൾ പറഞ്ഞല്ല ചെയ്യുന്നത്. മാനുഷികമായിട്ട് നോക്കുമ്പോ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിലൊരു മനസ്സിനൊരു സന്തോഷം വരുന്നില്ല. അങ്ങനെ അവിടെ വെച്ചാണ് മോള് ജനിക്കുന്നത്. മോളെ പ്രഗ്നന്റ് ആയ സമയത്തും എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വൊമിറ്റ് ചെയ്ത് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ, കുറച്ച് ദിവസം വീട്ടിൽ, അങ്ങനെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ചർച്ചും വളരാൻ തുടങ്ങി. ആ നാട്ടുകാർക്കെല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹമായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കാണാറുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കാം. കാര്യം വീണ്ടും അദ്ദേഹത്തിനെ അല്ലേ വിളിയുള്ളത്. വിളിയുള്ള ആൾക്ക് അത് മറക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു ബീഹാറിനെ കുറിച്ചും ജാർഖണ്ഡിനെ കുറിച്ചും ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയില്ല. ഇനിയും പോയി പരാജയപ്പെടുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ എനിക്കും പറ്റുന്നില്ല. അങ്ങനെ മോള് ജനിച്ചു 3 മാസമായപ്പോൾ ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങള് ക്രമീകരിച്ചു. അപ്പൊ അതിന് ഉപവാസം തുടങ്ങി. ഉപവാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ 4 പേരും പനിയായിട്ട്, എനിക്ക് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. മോന് നിന്ന നിപ്പില് ഫിറ്റ്സ് അടിച്ചു, പനി കൂടി ഫിറ്റ്സ് അടിച്ചു. അതുപോലെ ജീവിച്ചാൽ ശാരീരികമായ പ്രയാസം, വളരെ കഷ്ടപ്പാടായി ഉപവാസത്തിന് മുമ്പുള്ള സമയങ്ങളിൽ. ഉപവാസം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ കൂടെ വേറൊരു തമിഴ് ഫാമിലി പാസ്റ്ററും വൈഫും ഞങ്ങളുടെ ഉപവാസത്തിനായിട്ട് വരും. ഞാനിപ്പോ പെട്ടെന്ന് കുഞ്ഞിന്റെ മോനെ സ്കൂളിൽ വിട്ടു, കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർ വരുന്നത്. അന്നേരം എന്നോട് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ച് സിസ്റ്ററിന്റെ കൊടുത്തിട്ട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോക്കോ. അപ്പം അടച്ചപ്പോൾ വെട്ട് വീണു പോയായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് കോഫിയുടെ ഉണ്ടാക്കി വന്ന് അവർക്ക് കൊണ്ട് കൊടുത്ത് ഇരിക്കാമെന്നുള്ള രീതിയിൽ കുഞ്ഞ് ദേവദാസന്മാരുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഈ ഫ്ലാസ്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും മറ്റു ദേവദാസൻ ഇങ്ങനെ ഫ്ലാസ്കെ പിടിച്ച് അടപ്പയിലാണ് പിടിച്ചത്. ഫ്ലാസ്ക് മറിഞ്ഞ് ആ ചൂടുവെള്ളം ആ വീഴ്ചയിലാണ് ഫുള്ള് കുഞ്ഞിന്റെ മേത്ത് വീഴേണ്ട. പക്ഷെ കുഞ്ഞിന്റെ ഇടത്ത് കൈയില് ഇവിടെ മുതൽ ഫുള്ള് വെള്ളം വീണു. കുഞ്ഞിന്റെ ഇങ്ങനെ കുഞ്ഞ് ഒറ്റ കരച്ചില് കരയുന്ന കേട്ടു, പിന്നെ ഒച്ചയൊന്നുമില്ല. അപ്പൊ എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടി ഹോളിൽ ചെല്ലുമ്പം ഇവര് കുഞ്ഞിന്റെ ഉടുപ്പ് വലിച്ചു ഊരാൻ ശ്രമിക്കുക. ചൂട് വീണ പറ്റിയല്ലേ. കുഞ്ഞ് വാ വിളിച്ചിരിക്കും. ഞാൻ പെട്ടെന്ന് എടുത്ത് കുഞ്ഞിനെ പുറത്ത് തട്ടി. കുഞ്ഞ് കരഞ്ഞു. ഡ്രസ്സ് ഹൈ റേഞ്ചിലും ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് കട്ടി കുറഞ്ഞ സ്വെറ്റർ കുഞ്ഞിനെ ഇടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തൊരു ഉടുപ്പിട്ടുണ്ട്. അത് ഊരുമ്പോ ആ ഒപ്പം തന്നെ തൊലി എല്ലാം പൊളിഞ്ഞു പോകുന്നു ആ കൂടത്തിൽ തന്നെ.
അതുമായിട്ട് കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ട് സഹോദരിമാര് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥന നടക്കുമല്ലേ, അവരിരുന്ന് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടവരെല്ലാം എന്നെ ചീത്ത പറഞ്ഞു. അമ്മമാരൊക്കെ ഈ കുഞ്ഞിനെ ഈ അവസ്ഥയെ കണ്ടിട്ട് ചൂടോളം വീണാന്ന് പറഞ്ഞിട്ട് നീ നോക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം ഡോക്ടർ എന്നോട് സാരില്ല നമുക്ക് നോക്കാം. പക്ഷേ ഡ്രസ്സ് ബാക്കി നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി എങ്ങും വീണിട്ടില്ല. ഈ കയ്യിലല്ലാതെ ആ ഫ്ലാസ്ക് മറിഞ്ഞ് ഫുള്ള് കുഞ്ഞിന്റെ മേത്ത് വീഴായിരുന്നു. പക്ഷെ ഒരു തുള്ളി വേറെ എങ്ങും വീണിട്ടില്ല. കയ്യിൽ മാത്രമേ വീണിട്ടുള്ളൂ. അത് കുറേ ദിവസം നിന്നു. അതൊന്ന് കരിഞ്ഞെടുക്കാം. പക്ഷെ ഇന്നൊരു പാട് പോലും ഇല്ലാതെ കർത്താവ് പൂർണ്ണമായിട്ട് കുഞ്ഞിന് സൗഖ്യം അന്ന് തന്നെ കൊടുത്തു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞു, കർത്താവേ, റാഞ്ചിക്ക് പോകേണ്ടത് അങ്ങയുടെ ഹിതമാണെങ്കിൽ എന്നോട് സംസാരിക്കണം. ആ 21 ദിവസത്തെ ഉപവാസത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചു. റാഞ്ചിക്ക് പോകാൻ ഞാൻ വ്യക്തമായിട്ട് ദൈവശബ്ദം കേട്ടു. റാഞ്ചിക്ക് പോകാന്നുള്ളത്. അതോ ആ സമയമായപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും 10-35 വിശ്വാസികള്, ഞങ്ങളെ സ്നേഹിക്കുന്ന നാട്ടുകാര്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വിറകെല്ലാം വെട്ടിക്കൊണ്ട് അടുത്ത് കൊണ്ടുതരും. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ആ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഫ്രൂട്ട്സ് ഉണ്ടായാൽ ആദ്യം ഞങ്ങൾക്ക് കൊണ്ടുതരും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം കൊണ്ടുതരും. അത്ര സ്നേഹം ആ നാട്ടുകാർ, അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന നാട്ടുകാരാ. അങ്ങനെ ഇരിക്കും ഞങ്ങൾ പെട്ടെന്ന് വീണ്ടും റാഞ്ചിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. റാഞ്ചിക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് എതിർപ്പ് കൂടി. ആദ്യത്തേനെക്കാട്ടിലും എതിർപ്പായി. ഇതുപോലെ സൗകര്യമുള്ള ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾ ഇത്രയും കഷ്ടം അനുഭവിച്ചെടുത്തിട്ട് ഇനി എന്തിനു തിരിച്ചു പോകണം? അപ്പം ഞങ്ങള് കർത്താവ് നമ്മളെ ഉയർത്തിയും പരീക്ഷിക്കും, താഴ്ത്തിയും പരീക്ഷിക്കും. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു ആന്റി ഉണ്ട്. ഞാൻ മുമ്പോട്ട് പറയാം. ഞങ്ങളുടെ സഹോദരി കുടുംബം പറയാം. ആ ആന്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം, കാര്യം എന്നെ ഇവിടെ പരീക്ഷിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശരിക്കും കഷ്ടതയോടെ പരീക്ഷിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് സമൃദ്ധി തന്നു, ഇഷ്ടം പോലെ, ഒന്നിനും കുറവില്ലാതെ. പക്ഷെ അവിടെയും കർത്താവ് നമ്മളെ പരീക്ഷിക്കും. നമ്മൾ അതിൽ നിന്ന് പുറത്ത് എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് കർത്താവിന്റെ വേല നമ്മൾ വിശ്വസ്തരായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടമോ അല്ലെങ്കിൽ സമൃദ്ധിയോ നമുക്ക് വിഷയമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങും. അപ്പൊ അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു പോകാം, നമുക്ക് പോകാം. വീട്ടിൽ എതിർപ്പായി, എല്ലായിടത്തും വിഷമമായി, എതിർപ്പായി. ഞങ്ങള് പോരാൻ നേരത്ത് ദേവദാസന്മാരോട് പറഞ്ഞു. അത് സഹോദരങ്ങളുണ്ട്, ദേവദാസന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പോയി പറഞ്ഞപ്പം അവർക്ക് ഒട്ടും മനസ്സില്ല. കാര്യം 2 കുഞ്ഞു പിള്ളേരുമായി. അവര് സഹോദരങ്ങളെ അല്ലെങ്കിൽ ദേവദാസനെ അവർ അതുപോലെ സ്നേഹിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ഇതിനി ഇവര് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിലൊരു ദേവദാസൻ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, കുഞ്ഞിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്ന് ലൈജുവിന്റെ മടിയിലിരുന്ന് മരിച്ചാൽ നിങ്ങൾ തിരിച്ചു പോരുമോ എന്ന് ചോദിച്ചു. അന്ന് പറയില്ല എന്ന് പറഞ്ഞു. എന്ത് വന്നാലും ഇനി തിരിച്ചു പോരില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി, ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും സപ്പോർട്ട് അവിടെ ഓഫർ വന്നിട്ടുണ്ട്, അതാണ് ഇവര് പോകുന്നത്. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യം 2010 ഈ ഏപ്രിൽ മാസം 16-ാം തീയതി വീണ്ടും ഞങ്ങൾ റാഞ്ചിയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകുന്നതിന് മുമ്പ് വീടെല്ലാം വെക്കേറ്റ് ചെയ്തു, ഞങ്ങളുടെ സാധനം എല്ലാം അതിലെല്ലാം കൊടുത്തു. വീണ്ടും ഞങ്ങൾ ആ ആന്റിയുടെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. ആന്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നു, 2 കുഞ്ഞുങ്ങളുമായി. ഇവിടെ വന്നതിന് ശേഷമാണ് മോക്ക് 1 വയസ്സാവുന്നത്. ഏപ്രിൽ 21-ാം തീയതി മോക്ക് 1 വയസ്സായി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എവിടോട്ട് പോകണം എന്നറിയില്ല, എവിടെ പോയി പ്രവർത്തിക്കണമെന്നൊന്നും അറിയില്ല. അന്ന് കയ്യിൽ കുറച്ച് പൈസയുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. കുറച്ചൊക്കെ കൊടുത്തിട്ട് പോകുന്നു. എല്ലാം വലിയ വലിയ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് പോകുന്നു. കുറച്ച് സാധനങ്ങൾ അങ്ങനെയായിട്ട് ഞങ്ങൾ ഇവിടെ വീണ്ടും എത്തി. അപ്പൊ അവര് വിടത്തില്ല, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങും പോകണ്ട. പക്ഷെ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല, അവിടെ ഒരു പ്രാർത്ഥന നടത്താൻ പറ്റിയൊരു സാഹചര്യമല്ല. അത് ലോഡ്ജ് പോലെ ആമ്പിള്ളേർ താമസിക്കുന്ന ഹോസ്റ്റലാണ്. 4 നില വീടാണ്, പക്ഷെങ്കിൽ ഹോസ്റ്റലാ. നമുക്ക് അവിടെ പ്രാർത്ഥന നടത്താൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്കതൊരു വിഷമമായി തോന്നി. കർത്താവെ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് മാറിയേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് മാറി പലയിടത്ത് പോയി നോക്കി ഏകദേശം കൈ കാലിയായി. കൊച്ചിന്റെ മോനെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായി. നാട്ടിൽ നിന്ന് LKG പഠിച്ച് നല്ല സ്കൂളിൽ ICSE സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാ. അവന്റെ TC മേടിച്ച് അവനെയും കൊണ്ടുവന്നു. അവനെ എങ്ങും ചേർത്തിട്ടില്ല. ഇവിടെയൊക്കെ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആവും. ഏപ്രിൽ മാസം ക്ലാസ് തുടങ്ങും. മിക്ക സ്കൂളുകളിലും മാർച്ചിൽ തന്നെ ക്ലാസ് തുടങ്ങും.
അപ്പൊ അങ്ങനെ വരുമ്പം കുഞ്ഞിന് ഞങ്ങള് ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂണായി, ഞങ്ങൾക്ക് കുഞ്ഞിനെ അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ പലയിടത്ത് പോയി അന്വേഷിച്ചു. അങ്ങനെ ഇവിടെ കാങ്കെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞങ്ങൾ ഒരു വീട് പോയി കണ്ടു. ഒരു ദേവദാസൻ പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട്, 2500 രൂപ റെന്റാണ്, നല്ല വീട്, നല്ല സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ക്രിസ്ത്യൻസിന്റെ വീടാണ്. ഒരു 2 നില വീടിന്റെ താഴത്തെ വീടിന്റെ ഒരു ഭാഗം, 2 റൂമും കിച്ചണും വാഷ്റൂം എല്ലാം സൗകര്യങ്ങളോടുകൂടി നല്ലൊരു വീട്. ഞങ്ങൾ അത് പോയി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ പറഞ്ഞു, ദേവദാസ ധൈര്യമായിട്ട് എടുത്തു, ഞാൻ റെന്റ് കൊടുത്ത് തന്നോളാം. നമ്മൾ പോയി എടുത്തു, വീടെടുത്തു, ആദ്യത്തെ റെന്റ് കൊടുത്തു. പിന്നത്തെ പ്രാവശ്യം മുതൽ അദ്ദേഹം ദേവദാസ എനിക്കിനി ബുദ്ധിമുട്ടാന്ന്, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയായി, നമുക്ക് റെന്റ് കൊടുക്കണം, ആരും സപ്പോർട്ടില്ല, കയ്യിലുണ്ടായിരുന്ന തീർന്നു, പതുക്കെ പതുക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. അപ്പൊ അങ്ങനെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളായിരുന്നു. എന്നാലും കർത്താവ്, ചില മാസങ്ങൾ ഞങ്ങൾക്ക് റെന്റ് കൊടുക്കാൻ പറ്റിയില്ല. ഹൗസ് ഓണർ നല്ലൊരു ഹൗസ് ഓണർ ആയിരുന്നു, നല്ലൊരു അമ്മച്ചിയായിരുന്നു. അവർ ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല. ശരി, കിട്ടുമ്പോ അങ്ങനെ പറഞ്ഞ് ഏകദേശം 7-8 മാസത്തെ റെന്റ് ഡ്യൂ ആയി. ആ 8 മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്കൊരു സൈക്കിള് കിട്ടി. ഞാൻ ആ സൈക്കിളിൽ ഇവിടെ 100 കിലോമീറ്റർ ദൂരം ഗ്രാമങ്ങൾ കയറി ഇറങ്ങി കർത്താവിന്റെ നാമത്തെ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി. കാര്യം ആദ്യത്തെ പ്രാവശ്യം ഹിന്ദി ഒട്ടും അറിയില്ല. അതേസമയം 2ാമത്തെ പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്ന് നാട്ടിൽ ആരോട് ഹിന്ദി സംസാരിച്ചില്ല. പക്ഷെ 2ാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന ആദ്യത്തെ ഞായറാഴ്ച തന്നെ അദ്ദേഹം ഹിന്ദിയിൽ ടെസ്റ്റിമണി പറഞ്ഞു. അത് പിന്നെ പതുക്കെ പതുക്കെ അദ്ദേഹം ഹിന്ദി പറഞ്ഞു തുടങ്ങി. ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. കുറേയൊക്കെ ഞാനും പിന്നെ ഡിക്ഷണറിയുടെ സഹായങ്ങൾ കൂടി ഞങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങി. അത് അദ്ദേഹത്തിന് ഹിന്ദി പഠിക്കാൻ ഒരു കാരണമായി തീർന്നു. അങ്ങനെ അത് ഗ്രാമങ്ങളിൽ പോയി തുടങ്ങി. 100 കിലോമീറ്റർ ഒക്കെ പോകും. അവിടെ പോകില്ല. ആ സമയത്ത് നമുക്ക് ഫുഡ്, റൊട്ടി ചപ്പാത്തിയൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ടതുപോലെ ഇല്ല. എന്നാൽ ആദ്യത്തെ ആ ബുദ്ധിമുട്ട് പിന്നെ വന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പിന്നെ 15 ദിവസമൊക്കെ ഗ്യാസ് തീർന്നിരുന്നിട്ടുണ്ട്. പക്ഷെ സമൃദ്ധമായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തും. ചിലപ്പോ നമ്മുടെ അടുത്തുള്ള, ഇന്ന് ഫുഡ് വെക്കണ്ട കേട്ടോ, ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേയാ, ഇന്ന് ഞങ്ങൾ തന്നോളാം. അങ്ങനെ ഓരോ സമയങ്ങളും ഹോട്ടലിൽ നിന്ന് വരെ ആൾക്കാർ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ദിവസങ്ങളിൽ. ആദ്യത്തെ എൻ്റെ ഒരു കഷ്ടത എന്ന് പറഞ്ഞാല്, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം. എനിക്ക് കഷ്ടത എന്താ, പട്ടിണി എന്താണെന്ന് അറിയില്ല. എന്നെ ഒന്ന് പണിതെടുക്കണം. കർത്താവിന്റെ വേല നമ്മൾ ഓർക്കും, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് ചെയ്യാം. ഒരിക്കലും കർത്താവിന്റെ വേല നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ ഒരു വ്യവസ്ഥയുണ്ട്, അതിലേക്ക് നമ്മളെ ഒരുക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കർത്താവിന്റെ വേല ചെയ്തെടുക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാര്യം എന്നെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എന്നെ ഇറക്കി, എന്നെ ശരിക്കും കഷ്ടത പഠിപ്പിച്ചു. എല്ലാം കഴിക്കാനും ഏത് സാഹചര്യത്തിലും ജീവിക്കാനും കർത്താവിനെ പഠിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നാട്ടിൽ പോയി നല്ല സമൃദ്ധി ജീവിച്ചു. വീണ്ടും ഞങ്ങൾ ചാർക്കേണ്ടി വന്നു. ആ ഒരു കഷ്ടത എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അനുഭവിച്ചിട്ടില്ല. ഇതുപോലെ ഒരു ദിവസം ഞായറാഴ്ച ദേവദാസൻ ഗ്രാമത്തിൽ കടന്നുപോയി, ശുശ്രൂഷിക്കാനായിട്ട് കടന്നുപോയി. ഗ്രാമത്തിലൊരു ചർച്ചില് കുഞ്ഞിന് 2-3 ദിവസമായിട്ട് മോന് പനി, നല്ല പനിയുണ്ട്. പെട്ടെന്ന് മെഡിസിൻ എടുക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്ന് കൊടുത്ത ഛർദ്ദിക്കും. ഒരു വിധത്തില് ഓക്കെയാണ്, ശകലം മരുന്ന് കുടിപ്പിക്കുന്നത്. ഇവന് രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചോദിച്ചാൽ പോയി, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളുമായിട്ട്. എന്നാൽ കുഞ്ഞിനെയും കൂടെ മോൾക്ക് വന്ന് ആ സമയത്ത് മോക്ക് 1.5 വയസ്സ്, മോളെ കുളിപ്പിച്ച് കയറ്റിയിട്ട് എന്നാൽ ഞങ്ങൾ 3 പേരുടെ ഇരിക്കാം. കുഞ്ഞ് കിടക്കുക, അവൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കാം എന്നോർത്ത് മോളെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലോട്ട് വരുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഞാൻ ഓടി ചെല്ലുമ്പം കുഞ്ഞ് വീണ്ടും പനി കൂടി കുഞ്ഞിനെ ഫിക്സ് അടിക്കുക. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എൻ്റെ കയ്യിൽ 5 പൈസയില്ല, എനിക്ക് ആരെയും പരിചയമില്ല, എനിക്ക് ഫോണില്ല, എനിക്ക് ഒന്നുമില്ല. ഞാൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തു. പെട്ടെന്ന് തന്നെ കുഞ്ഞങ്ങ് സ്ട്രെയിറ്റ് ആയി. കുഞ്ഞിന് ഫിക്സ് അടിച്ചു, പിന്നെ സ്ട്രെയിറ്റ് ആയി. പിന്നെ ഒരു അനക്കവും ഇല്ല, ശ്വാസമില്ല, ഒന്നുമില്ല. കുഞ്ഞ് തണുത്ത് വടി പോലെ ആയൊരവസ്ഥ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി. ഇളയ കുഞ്ഞ് വാഷ്റൂമിലാണെന്ന് എൻ്റെ ചിന്തയില്ല. ഞാൻ എടുത്തോണ്ട് ഓടിപ്പോയി. ഞാൻ ഹൗസ് ഓണറിന്റെ അവിടെ ചെന്ന് ഹോളിൽ ഒരു ബെഡ് കിടപ്പുണ്ട്. ഞങ്ങൾ ദാദീനെ വിളിക്കുന്നത്, അമ്മച്ചി. അമ്മച്ചി ദാദി എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ആ ബെഡിലോട്ട് ഞാൻ കിടത്തി. അപ്പോൾ അദ്ദേഹം ദാദി അമ്മച്ചി ഒരു റിട്ടയർഡ് നേഴ്സാണ്. അപ്പൊ അമ്മച്ചി ഓടി വന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ കട്ടിലിന്റെ അവിടെ മുട്ടുകുത്തി നിൽക്കുക.
മുട്ടുകുത്തി നിന്ന് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ലൈജുവിന്റെ മടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോരും. അപ്പൊ ഇതെന്റെ മനസ്സിൽ വളരെ വേദനിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞു 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 കുഞ്ഞിന്റെ മേത്തോട്ട് കണ്ണുനീര് വീണോണ്ടിരിക്കുക. ഇളയ കുഞ്ഞ് 1.5 വയസ്സേ ഉള്ളൂ. അവള് പെട്ടെന്ന് കുളിച്ചോ എന്തോ ഡ്രസ്സൊക്കെ മാറി പുറകെ എന്റെ കൂട്ടത്തിൽ ഓടി വന്നു. അവളും അവിടെ കുഞ്ഞു നിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞു 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 കർത്താവേ, എനിക്ക് പറഞ്ഞു കരയാൻ പറ്റുന്നില്ല. ഞാൻ മനസ്സിലുണ്ട്, പക്ഷെ എനിക്ക് പുറത്തോട്ട് കണ്ണുനീര് പറയാൻ പറ്റുന്നില്ല. കരഞ്ഞു കരഞ്ഞ് എത്ര നേരം ഞാൻ അങ്ങനെ നിന്ന് കരഞ്ഞെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അമ്മച്ചിയും അമ്മച്ചിയുടെ ഇളയ മോനും അദ്ദേഹം പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് തണുത്ത് ഐസ് വെള്ളം എടുത്ത് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തുടച്ച് അവര് ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എനിക്ക് ഓർമ്മയുണ്ട് ആ മുട്ടയിൽ നിന്നായിട്ട്. അത് കഴിയുമ്പോൾ കുഞ്ഞ് മമ്മീന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് തൊട്ട് നോക്കിയപ്പം കുഞ്ഞിന് പനി നല്ല കുറവുണ്ട്. അവൻ ശാന്തനായി. അവരെന്നോട് പറഞ്ഞു, ശരി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കർത്താവ് അത്ഭുതകരമായിട്ട് അവിടുന്ന് വിളിച്ചു. അന്നതിന് ശേഷം ഇന്ന് വരെ അവന് ഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. ആ പനി അതിനുശേഷം പനി വന്നിട്ടുണ്ടെങ്കിലും ഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. പക്ഷെ 2 കുഞ്ഞുങ്ങൾക്ക് എല്ലാ മാസവും പനി, എപ്പോഴും അസുഖങ്ങൾ തന്നെ അസുഖങ്ങൾ. അപ്പൊ നമ്മള് പുതിയ പ്രവർത്തനമാണ്, പുതിയ സ്ഥലങ്ങളിൽ പോകുന്നു. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ ഒരു പ്രാർത്ഥിക്കാൻ ആളില്ലാതെ വരും. നമ്മൾ തന്നെ ചാർജ് കുറയുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഇരിക്കും ഞങ്ങൾ നാട്ടിൽ പോവും, ഒന്ന് റീചാർജ് ചെയ്ത് വരാം, നമ്മുടെ കൊടുത്തിരുന്ന് ആരാധിക്കാൻ ആരുമില്ല, നമുക്കൊന്ന് റീചാർജ് ചെയ്ത് വരാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോവും. പലയിടത്തും ഞങ്ങള് നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് തന്നെ വലിയ ഫാമിലിയാണ്, അതുകൊണ്ട് പുറത്തേക്ക് ആദ്യം നമുക്ക് പരിചയമില്ല, അങ്ങനെ പോകാറില്ല. അങ്ങനെ നമ്മള് പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. പോയിട്ട് ചില പ്രാവശ്യങ്ങളില് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വിടുന്നോ എന്ന് ചോദിച്ചാൽ അതുപോലും ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കരഞ്ഞു പോന്നിട്ടുള്ള സമയങ്ങളുണ്ട്. തിരിച്ചു വരുമ്പം ട്രെയിനെ കഴിക്കാൻ ഫുഡില്ല, കയ്യിൽ പൈസ കാണില്ല. എല്ലാവരും നാട്ടിൽ പോയിട്ട് വരുമ്പോ വെറൈറ്റി അച്ചാറോ പിള്ളേർക്ക് ഡ്രസ്സ്, നമുക്ക് അവരവർക്ക് വേണ്ട എല്ലാ സാധനമായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ, എപ്പോഴും അല്ല, ചില സാഹചര്യങ്ങളിൽ ഒന്നുമില്ലാതെ വന്ന അവസ്ഥകളുണ്ട്. ട്രെയിനെ കയറി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ 350 രൂപ കയ്യിൽ വെച്ച് ഈ 2 കുഞ്ഞുങ്ങളെയുമായിട്ട് വന്ന സമയങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പം ഞങ്ങൾ ആ സ്റ്റേഷനിൽ നിന്ന് താമസിക്കുന്നിടത്തോട്ട് വരണമെങ്കിൽ 250 രൂപ ആവും. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ചു കൊടുത്താൽ അത് തികയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് കയറിയ സമയത്ത് ട്രെയിനിൽ വെച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ അറിയാത്ത ആൾക്കാർ ഫുഡ് മേടിച്ച് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആരെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മളെ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും വലിയൊരു നോർത്ത് ഇന്ത്യന്നൊക്കെ ചെല്ലുന്നവർക്ക് ഏറ്റവും ആവശ്യം, അവര് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാര്യം നമ്മൾ തന്നെയുള്ള ഇവിടെയുള്ള പ്രാർത്ഥനകൾ നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ, നമ്മൾ ആരും പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളൊന്ന് ചെല്ലും, നമ്മുടെ കൂടെ ഇരുന്ന ഒരാള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ പകുതി ആശ്വാസം, നമുക്ക് ഭയങ്കര ആശ്വാസം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ബലം. അതുപോലും ഇല്ലായിരുന്ന സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ, റെന്റ് കൊടുക്കാനില്ലാതെ വന്ന കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു, റെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഈ സമയത്ത് നന്ദിയോട് ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഞങ്ങളുടെ ഒരു സ്നേഹിതനാ, നിവിചാന്റെ സ്നേഹിതനാ, 25 വർഷത്തോളമായിട്ടുള്ള പരിചയം. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. അത് പക്ഷെ ജോലിയൊന്നുമില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് വന്ന. ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് പണിയാ നാട്ടില്. അദ്ദേഹം ഒരു മയക്കാടിനെ മാറ്റിയിട്ട് പുള്ളി അവിടെ ജോലി ചെയ്ത്, ആ അച്ചായൻ തന്നെ ആ ജോലി ചെയ്തിട്ട് ആ പൈസ ഞങ്ങൾക്ക് അയച്ചെന്ന സമയങ്ങളുണ്ട്. ആ വീട് പണി തീരുവോളം ആ ഒരാളിന്റെ കൂലി അദ്ദേഹം ഞങ്ങൾക്ക് അയച്ചു. ഒരാൾ മൈക്കാടിനെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. ഇതേ എഞ്ചിനീയർ ആയ ഒരു മനുഷ്യൻ അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ഞങ്ങളെ നടത്തി. അങ്ങനെയും കർത്താവിനെ സ്നേഹിക്കുന്ന, സുവിശേഷകരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹം ഇപ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥനയെ, ഞങ്ങൾക്ക് സ്നേഹമായിട്ട് നല്ലൊരു സഹോദരനായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട്. അങ്ങനെ എപ്പോഴും ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അദ്ദേഹത്തിന് ജോലി ഇല്ല, അങ്ങനെ എന്നാലും തികഞ്ഞൊരു ദൈവഭക്തൻ. അത് മക്കൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു, വൈഫ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുപോലെ ഞങ്ങൾ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് ഓരോ വഴിയിലൂടെ. പിന്നെ ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ട വന്നിട്ടില്ല.
അങ്ങനെ ഓരോ സാഹചര്യങ്ങളുടെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകും. ഗ്രാമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഗ്രാമങ്ങൾ, യഥാർത്ഥ ഗ്രാമങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ വരുമ്പോൾ കുറച്ച് വീടുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ കുറെ അവരുടെ വയലുകളായിരിക്കാം, അത് കഴിഞ്ഞ് വനം, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇപ്പം ഗ്രാമങ്ങളിലൊക്കെ ചെല്ലും. ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് നമുക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരാൻ ചില ഗ്രാമങ്ങളിൽ അവർക്കൊക്കെ ഭയങ്കര മടിയാ. നമ്മൾ വെച്ച് എങ്ങനെയാ കൊടുക്കുന്നേ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്നോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കണ അത് വെള്ളം കോരി കൊണ്ടുവരണം. എനിക്ക് തലയിൽ വെച്ച് വെള്ളം എടുത്ത് പരിചയമില്ല. വലിയ കലത്തില് വെള്ളം എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുവന്ന് ഞാൻ 10ഉം 100ഉം പേർക്ക് ഗ്രാമങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതെല്ലാം ഞാൻ സന്തോഷത്തോടെ ചെയ്തു. കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചെടുക്കുക. എന്നിലില്ലാഞ്ഞത്, എന്നിലുള്ള ചില കൊമ്പുകൾ, അല്ലെ എന്നില്ലാത്ത ചില സ്വഭാവങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരണം, ചില കൊമ്പുകളെ ഒടിച്ചു കളയണം. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുന്നെങ്കിൽ ചില കാര്യങ്ങൾ എന്നിലൂടെ ചെയ്തെടുക്കണം. അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ സന്തോഷത്തോടെ ചെയ്ത് മുന്നോട്ട് വന്നു. ഒരു പ്രാവശ്യം ബീഹാറിൽ നിന്ന് ചില ദേവദാസന്മാര് അവര് ഗ്രാമങ്ങളിലൂടെ കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ നടത്തി വരുന്നവരാ. അപ്പൊ അങ്ങനെ ആ ദേവദാസന്മാർക്ക് ഞങ്ങളുടെ നമ്പർ ഒരു ദേവദാസൻ കൊടുത്തു. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇതുപോലെ ഇന്ന ഗ്രാമത്തിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു ശരി, എന്നാൽ ഞങ്ങൾ വരാം. ഞങ്ങളുണ്ട്, വേറൊരു മലയാളി ഫാമിലി ഉണ്ട്. ഞങ്ങള് 3 മലയാളി ഫാമിലീസും മറ്റു ദേവദാസന്മാർ 2 മലയാളീസ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കൺവെൻഷൻ നടത്തി. അപ്പോൾ അവിടെ ഗ്രാമത്തിലുള്ള ഒരു പാസ്റ്റർ പറഞ്ഞു ഫുഡ് ഞങ്ങൾ തരാം. താമസിക്കുന്നത് ഒരു മാസ്റ്റർ ഉണ്ട്, മാസ്റ്ററിന്റെ വീട്ടിലാണ്. ഗ്രാമത്തിലൊക്കെ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ, അവർക്ക് 9 മണി എന്നൊക്കെ അവർ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിൽ ഫുഡ് കഴിച്ചു വന്ന് 11 മണിയായി. ഞങ്ങൾ വന്ന് ഈ മാസ്റ്ററിന്റെ വീട്ടിൽ വന്ന് മുട്ടി. അദ്ദേഹം തുറന്നില്ല, അത് അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഒരു നവംബർ മാസമാണ്, മഞ്ഞും തണുപ്പുമുള്ള നല്ല സമയം. അപ്പൊ ഞങ്ങളുടെ മൈതാനത്താണ് കൺവെൻഷൻ നടത്തിയത്. അവരുടെ ടെന്റ് ഉണ്ട്, ചെറിയൊരു ടെന്റ് ഉണ്ട്. അത് സഹോദരിമാരെ ഞങ്ങൾ അതിനകത്ത് കയറ്റി കിടത്തി. കൊച്ചു പിള്ളേരുമായിട്ട് സഹോദരന്മാർ അവിടെ ഇരുന്നും തീ കത്തിച്ചും ഒക്കെ ഇരുന്നു നേരം വെളുപ്പിച്ചു. തൊട്ടടുത്ത് കാട്ടാനയുള്ള വനമാണ്. പക്ഷേ കർത്താവ് അവിടെയും ഞങ്ങളെ സൂക്ഷിച്ചു. പക്ഷെ നേരം വെളുത്തെഴുന്നേരം കുഞ്ഞിന് ഭയങ്കര ശക്തമായ പനി. പക്ഷെ കൺവെൻഷൻ തീരാതെ ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി മൂക്കിനിവിടെ കൈവച്ച് നോക്കും മോളുടെ. കാര്യം ശ്വാസം പോകുന്നതല്ലാതെ ഒരു അനക്കമില്ല. പക്ഷെ ആ കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഴിയുവാനും കുഞ്ഞു സൗഖ്യത്തോടെ ഞങ്ങൾ കൊണ്ടുവരാനും കർത്താവ് സഹായിച്ചു. അവിടുന്ന് ഞങ്ങളൊരു വേറൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കൺവെൻഷനായിട്ട് കടന്നുപോയി. അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇവിടെ നമ്മുടെ ജാർഖണ്ഡില് ട്രൈബൽസ് ആണ്, അതായത് ആദിവാസി സ്റ്റേറ്റ് ആണ്. അപ്പൊ അവർക്ക് ഓരോ ഗോത്രങ്ങളുണ്ട്. ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കൾച്ചറാണ് അവർക്കുള്ളത്. അപ്പൊ അവരുടെ പൂജ നടക്കുന്ന സമയമാണ്. കർമ്മ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്, ആ സമയമാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമുക്കിതറിയില്ലല്ലോ. നമ്മളിങ്ങനെ അവിടെ ചെന്നു. നമ്മളിതുപോലെ കൺവെൻഷന് വേണ്ടി നമ്മൾ സ്റ്റേജ് എല്ലാം അറേഞ്ച് ചെയ്തു. റെഡിമെയ്ഡ് സ്റ്റേജ് ആണ്, എല്ലാം അറേഞ്ച് ചെയ്തു. ആ സമയത്ത് ഞാനും 2-3 സഹോദരിമാരുണ്ട്. ഞങ്ങൾ അടുത്തുള്ള വീടുകളിൽ പോയി അവരോട് സംസാരിച്ചു. അവരോട് വർത്താനമൊക്കെ പറഞ്ഞു, വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചു. ഇതുപോലെ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് പാട്ട് റെക്കോർഡ് ഇട്ടപ്പോഴത്തേക്കും 2 സഹോദരന്മാർ വന്നു. അവർ പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കോളാം. പറ്റില്ല, ഇവിടെ കുടിയന്മാരെ 2 കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, പറ്റത്തില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ നിർത്തിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് നിന്ന നിപ്പിന് ആൾക്കാരെ ഞങ്ങളെല്ലാം എല്ലാം എടുത്തു വെച്ചു. പക്ഷെ അത് നിന്ന നിപ്പില് ഗ്രാമത്തലവനെ അവിടെയുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. ഞങ്ങളെ കൊണ്ടുപോയി ആ സഹോദരന്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. അദ്ദേഹത്തിന് എല്ലാവരുടെ ഭയങ്കരമായിട്ടും വഴക്ക് പറയുന്നു, അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പ്ലീസ്, ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ പറഞ്ഞു പോകാൻ, ഞങ്ങൾ പൊക്കോളാം, ഇനിയൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ ഇറങ്ങി. ലൈറ്റ് എല്ലാം ഓഫായി, എല്ലാം എടുത്ത് പിള്ളേരെയൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ മുതിർന്നവരെല്ലാം കൂടെ അവിടെ നിന്ന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ തോളിൽ വന്ന് തട്ടിട്ട് നീ മരത്തിന് പുറകോട്ടൊന്ന് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ വന്ന വഴിയെ പോവരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? നിങ്ങൾ വന്ന വഴിയിൽ ആണി വിരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വണ്ടി പഞ്ചറാക്കിയിട്ട് നിങ്ങളെ അടിക്കാൻ വേണ്ടി ആളെ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്ന വഴി പോവല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവരെ ഇരുട്ടത്ത് നിന്നാ പറയുന്നത്, ആരും കണ്ടില്ല. പെട്ടെന്ന് തന്നെ അവർ ഓടിപ്പോവുകയും ചെയ്തു.
അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങള് അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി. അങ്ങനെ ഗ്രാമങ്ങളിൽ കൂടെ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ കർത്താവിന് വേണ്ടി നിന്ന നല്ല അവസരങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ആ ഗ്രാമങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങൾക്ക് പ്രവേശിക്കാനും അവിടുന്ന് ആ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നേടുവാനൊക്കെ കഴിഞ്ഞ ആ ഗ്രാമത്തിലുള്ള ഒരു നാട്ടിൽ ഇവിടെ സിറ്റി വന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ അവര് കർത്താവിലേക്ക് വരുവാനൊക്കെ സഹായിച്ചു. അതുപോലെ വന്ന സമയം മുതൽ എനിക്ക് എപ്പോഴും പിള്ളേരെ കുറിച്ച് ഭയങ്കര, കുഞ്ഞു പിള്ളേരെ കാണും ഭയങ്കര ഒരു പ്രയാസം അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ. ഞാനിങ്ങനെ മോനെ സ്കൂളിൽ വിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ CCL എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അതിന്റെ ക്വാർട്ടേഴ്സിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ കൊച്ചു 8-ലും 9-ലും ഒക്കെ പഠിക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും സിഗരറ്റ് വലിച്ച് ഒരാൾ വലിക്കും, അത് അടുത്ത ആൾ വലിക്കും. ഇങ്ങനെ എനിക്കത് കണ്ട ഭയങ്കര വിഷമം. ഞാൻ കർത്താവേ, കുഞ്ഞുങ്ങളെ പോയി ചെയ്യല്ലേ മക്കളെ എന്ന് പറഞ്ഞാലോ. അപ്പോൾ എനിക്ക് തോന്നിയില്ല, അങ്ങനെ പറഞ്ഞാല് ശരിയാവില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് വളരെ വിഷമത്തോടെ, ഇളയ കുഞ്ഞ് കയ്യിലുണ്ട്, മൂത്ത കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുക. ഞാൻ ഞങ്ങളുടെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എന്നോട് ശക്തമായിട്ടൊരു ശബ്ദം, ലൈജു നിനക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ? അപ്പൊ ഞാൻ ഓടി വന്ന് റൂമിലേക്ക് കയറി, ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിച്ച അവർ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക്. അപ്പൊ ഞാൻ ഈ കാര്യം ചോദിച്ചാണോ ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, നമുക്ക് പ്രാർത്ഥിക്കേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് എനിക്കൊരു ഞങ്ങൾക്കൊരു ചിന്ത തന്നു, ചെയിൻ പ്രെയർ ആയിട്ട്. നമ്മുടെ കൂടെ എത്ര പേര് കിട്ടുന്നു അവരോട് പറയുക. ഞാൻ എൻ്റെ കൂടെയുള്ള മറ്റ് ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാര് നമ്മുടെ ആ സമയമായപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 പേര് നമ്മളോട് പ്രാർത്ഥനയ്ക്കുണ്ട്, പിന്നെ അവരുടെ പരിചയക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചെയിൻ പ്രെയർ സ്റ്റാർട്ടാക്കി. 24 മണിക്കൂർ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി 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 അത് ഇന്നും ആ പ്രാർത്ഥന നിലനിൽക്കുന്നു. പക്ഷെ ഇപ്പൊ 24 മണിക്കൂറില്ല, എല്ലാവരും ജോലിക്കാരും പഠിക്കുന്ന പിള്ളേരും ഒക്കെ ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ വെളുപ്പിനെ 6 മണി വരെ ഇന്നും ആ ചെയിൻ പ്രെയർ മുടങ്ങാതെ, ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി ആ ചെയിൻ പ്രെയർ മുടങ്ങാതെ തലമുറകൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അന്ന് അത് കണ്ടതിന് ശേഷം അവിടെ അങ്ങനെ കുഞ്ഞുങ്ങൾ സിഗരറ്റ് വലിയ സ്ഥിരം വരുന്നതായിരുന്നു, അവിടെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് മാറ്റം കൊടുത്തുവെന്ന്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ആ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ പോകും. ഗ്രാമങ്ങളിൽ പോകുന്ന സമയത്ത് പതുക്കെ പിന്നെ ഞങ്ങൾക്ക് ഒരു ബൈക്ക് തന്നു. പിന്നെ ഞങ്ങൾ ബൈക്കിനായി പോയി തുടങ്ങി. അവിടെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ, അവിടെ കൊച്ചു കുഞ്ഞുങ്ങള് സ്കൂളിലൊന്നും പോകാതെ ഇങ്ങനെ ഗ്രാമത്തിൽ കൂടെ നടക്കുക. അവരുടെ ഇവിടെ ഹഡിയ എന്ന് പറഞ്ഞൊരു മദ്യം അവർ വീട്ടിലുണ്ടാക്കി, ചാരായം പോലൊരു സാധനം വീട്ടിലുണ്ടാക്കും. സ്ത്രീകളാണ് അത് ഉണ്ടാക്കുന്നതും കൂടുതലും വിൽക്കുന്നതും, സ്ത്രീകളും കുടിക്കും. ഇവര് കുടിച്ചിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് ആ, കുഞ്ഞു കുഞ്ഞുങ്ങൾ, അതായത് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇവർക്ക് ഈ അമ്മമാര് കുടിച്ചിട്ടിരിക്കുന്ന അവർക്ക് ബോധമില്ലല്ലോ, അവർക്ക് ഈ കുഞ്ഞു കരഞ്ഞ എടുത്തോണ്ടിരിക്കാൻ മേലല്ലോ, അവര് കൊച്ചു കുഞ്ഞുങ്ങളെ കുടിപ്പിക്കും. അവരും മണിക്കൂറുകൾ ആ ഒരു ഇത് കാരണം അങ്ങ് കിടന്നുറങ്ങും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു സ്ഥലം ഈ മെയിൻ ഞങ്ങളുടെ റാഞ്ചി എന്ന് പറയുന്നത് റാഞ്ചിയുടെ ക്യാപിറ്റലാണ്. ഇവിടുന്ന് 30-35 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിലെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവിടെ പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ രണ്ടുകൂടെ തീരുമാനിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം അവിടുത്തെ. അങ്ങനെ ഞങ്ങള് ദേവദാസിന് ഒരു സൺഡേ ചർച്ചിൽ അവിടെ പോയി. ചർച്ചിൽ അവിടെ ചെന്ന് ഒരു ചർച്ചിന്റെ ഉദ്ഘാടനമായിരുന്നു. അതൊരു പശുത്തൊഴുത്തായിരുന്നു. അത് കാലിയായി കഴിഞ്ഞപ്പോൾ അവിടെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തോട്, അവിടെയുള്ള വിശ്വാസികളോട് പറഞ്ഞു, ഇതുപോലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ചെറിയൊരു ട്യൂഷൻ പോലെ തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ പ്രാർത്ഥിച്ച് വന്നു കഴിയുമ്പോൾ ആ മാസ്റ്റർ അവിടെ ഉണ്ട്. ഒരു മാസ്റ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ മാസ്റ്റർ അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് റൂംസ് ഉണ്ട്, ഞാൻ അത് തരാം, നിങ്ങൾ പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ അത് സ്കൂള് പോലെ ആക്കി. സർക്കാർ സ്കൂളില് 7-ലും 8-ലും പഠിക്കുന്ന പിള്ളേർക്ക് അക്ഷരം പോലും എഴുതാൻ അറിയത്തില്ല. അവരെ LKG UKG 1 2 എങ്ങനെയാ LKG കൊണ്ടിരുത്തുന്നതെന്ന് ഓർത്തുകൊണ്ട് അവരെ 1-ലും 2-ലും ഒക്കെ കൊണ്ടിരുത്തി. അങ്ങനെ കൊച്ചു പിള്ളേരെ ഞാൻ എൻ്റെ മടിയിലിരുത്തി, തറയിൽ ഇരുന്നിട്ട് മടിയിലിരുത്തി എഴുതി പഠിപ്പിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വൃത്തിയേ ഇല്ല, കുളിക്കത്തില്ല, മൂക്കൊലിപ്പിച്ച് എങ്ങനെ വല്ലാത്ത രീതിയിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. ഞാൻ പോകുമ്പോൾ കുറേ ചെറിയ ടവലുകൾ ചെറുതായിട്ട് ഹാങ് ചെയ്ത് മടക്കി എടുക്കും, പിന്നു കൊണ്ടുപോകും. അതുപോലെ കുഞ്ഞുങ്ങളെ തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകും, ടിഷ്യൂ പേപ്പർ കൊണ്ടുപോകും. പിന്നെ കുറച്ച് മിഠായികൾ മേടിച്ചുകൊണ്ട് പോകും. കാര്യം ഇതുങ്ങളെ ഒന്ന് വളർത്തിയെടുക്കണം. അപ്പൊ എന്നും അസംബ്ലിയുടെ സമയത്ത് ഇന്ന് കുളിച്ചിട്ട് വന്നവര്
കൈപൊക്കാൻ പറയും. ആദ്യത്തെ ദിവസം ആരുമില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നാളെ കുളിച്ചിട്ട് വരുന്നവർക്ക് ഞാൻ ഗിഫ്റ്റ് തരും. അപ്പൊ പിറ്റേ ദിവസം നോക്കി 2 പിള്ളേര് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചോക്ലേറ്റ് കൊടുത്തു. അത് കണ്ടപ്പോഴത്തേക്കും പിറ്റേ ദിവസമായപ്പോ ആള് കൂടാൻ അങ്ങനെ ഏകദേശം 50 പിള്ളേര് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. 50 പിള്ളേരും കുളിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഞാൻ ഹാങ്കി പിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അവര് ഇത് കണ്ടോണ്ട് അവരുടെ അമ്മമാര് പിന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ നീറ്റ് ആൻഡ് ക്ലീൻ അവരെ പഠിപ്പിച്ചു. എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ശരീരം ക്ലീൻ ആക്കേണ്ടത്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ മലയാളികളായ ഞങ്ങൾ ഹിന്ദി പഠിപ്പിച്ചാൽ മതി. മാസ്റ്റർ എന്ന് പറയുന്നത് ഹിന്ദിയിൽ മാസ്റ്ററാണ്. ഹിന്ദിയുടെ സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മാസ്റ്ററാണ്. അദ്ദേഹം പഠിപ്പിക്കേണ്ട പിള്ളേർക്ക്. അവര് പഠിപ്പിച്ചാൽ മനസ്സിലാവുന്നില്ല. സാറും മാം പഠിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ആ സമയത്ത് ഒരു മലയാളി ഫാമിലിയെ ഞങ്ങൾക്ക് കിട്ടി. ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ വൈഫും അവരും വരും പഠിപ്പിക്കാൻ. അങ്ങനെ 200 രൂപ വെച്ച് ഫീസ് വെച്ച്, അത് ഉള്ളവർക്ക് തരാൻ സാമ്പത്തികമുള്ളവർക്ക് 200 രൂപ, അല്ലാത്തവർക്ക് അതുമില്ല. അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ അവരുമുണ്ട്. അപ്പൊ ഞങ്ങള് പഠിപ്പിക്കും. അത് ഒരു വർഷമായപ്പോഴത്തേക്കും മാസ്റ്റർക്ക് നമ്മളോട് ദേഷ്യമായി. കാര്യം നമ്മളോട് ഹിന്ദി പഠിപ്പിക്കാൻ പറയുന്നു, ഹിന്ദിക്കാരനായ മാസ്റ്ററെ കൊണ്ട് പിള്ളേർ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പിറ്റേ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇപ്പൊ അഡ്മിഷന്റെ എണ്ണം കൂടി നിൽക്കുക. കാര്യം ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ ബസ് പോലെയാ. 2 പിള്ളേരും ന്യൂസാന്റെ ഫ്രണ്ടിൽ കാണും, 2 പിള്ളേർ എന്റെ ഇടയ്ക്ക് കാണും. പിന്നെ ചില ദിവസങ്ങൾ 5 പിള്ളേരും ഞങ്ങൾ 2 പേരും അവരുടെ സ്കൂൾ ബാഗെല്ലാം ആയിട്ട് സ്കൂൾ വണ്ടി പോകുന്ന, ഫീസൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ടാണ് ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വെളുപ്പിനെ പോകും. ഇവിടുന്ന് 35 കിലോമീറ്റർ രാവിലെ പോകും. കുഞ്ഞുങ്ങളെ വിട്ട കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇവിടുന്ന് പോയി കുഞ്ഞുങ്ങൾ തിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തിരിച്ചു വരണം. എല്ലാം അങ്ങനെ ചെയ്ത് 1 വർഷം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് മാസ്റ്റർ പറഞ്ഞു ഇനി പറ്റില്ല, അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു സൗകര്യം കിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റി, കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുടുംബത്തിന് അവർ പഠനത്തെ കുറിച്ചുള്ള പഠിച്ചാൽ എന്താണ് നേട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോകും. ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ മദ്യപിച്ച് കിടന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള വീടുകളിൽ ചെന്ന് വീട്ടുവേല ചെയ്ത് ജീവിക്കുന്നു. അതേസമയം നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ സർക്കാർ ജോലിയിൽ നോക്കിയേ, ഞങ്ങളെ പോലുള്ള പുറത്തുനിന്ന് വന്നവരാ ഇവിടെ സർക്കാർ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടുജോലി ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കാര്യം ഞാൻ BP അപ്പാർട്സ് കൊണ്ടുപോകും. പിന്നെ അതുപോലെ അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകും. അവർക്ക് ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ഫ്രീ ചെയ്ത് കിട്ടും. എല്ലാ കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമ്മളോട് വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ പറയുന്ന അതുപോലെ കേൾക്കും. അങ്ങനെ ആ 50 പിള്ളേരും ഇന്ന് പല സ്ഥലങ്ങളിലായിട്ട് സിറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിഷൻ അതല്ല, സ്കൂൾ അല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഗ്രാമത്തിൽ ഒരു തുടക്കം, ആ കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് പിന്നെ പോയി. പിന്നെ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ, പല സാഹചര്യങ്ങളും നമുക്ക് എനർജി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. തന്നെയുള്ളൂ നമുക്കൊന്ന് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഒക്കെ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ 2020 ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാർച്ച് മാസം ഞങ്ങൾ നാട്ടിലോട്ട് കടന്നു പോകണം. 1 മാസത്തെ അവധിക്ക് പോകാനാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് നമ്മുടെ കോവിഡ് ആദ്യമായിട്ട്, കൊറോണ അവിടെ ഇവിടങ്ങളായിട്ട് വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് 2020 അതെല്ലാം നമ്മുടെ ലോക്ക്ഡൌൺ തുടങ്ങുന്ന ഏപ്രിൽ മാസം. ഞങ്ങൾ ആ നാട്ടിൽ ചെന്നത് അവധിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൌൺ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. ലോക്ക്ഡൌൺ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ കൊറോണയാണ്, നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. എൻ്റെ ഒരു സഹോദരി താമസിക്കുന്നത് റാന്നി അത്തിക്കയത്താണ്. അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. പോകുന്ന സമയത്ത് എനിക്ക് നല്ല പനി എന്ന് വെച്ചാൽ ഭയങ്കര പനി, കഫക്കെട്ട്, ജലദോഷം, തുമ്മല് ഇതെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റത്തില്ല, മെഡിസിൻ മേടിക്കാൻ പറ്റത്തില്ല. അന്നേരം ക്വാറന്റൈനാ. ഞാൻ ഇവിടുന്ന് ചെന്ന പക്ഷെങ്കിൽ കൊറോണ എല്ലാവർക്കും ഇല്ല. റാന്നിയിൽ ഒരു അപ്പച്ചനും അമ്മച്ചിക്കും ആണ് ഏറ്റവും ആദ്യം കൊറോണ റാന്നിയിൽ സ്ഥിരീകരിച്ചത്, കേരളത്തിൽ. അപ്പോൾ അവിടെ തന്നെ എനിക്കും പനി പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ക്വാറന്റൈൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിങ്ങനെ തിരിച്ചു പോകണം എന്നുള്ള പെട്ടെന്ന് ഒരു വിഷമം തോന്നി. കർത്താവെ, എങ്ങനെ റാഞ്ചിയിലേക്ക് തിരിച്ചു പോരും? എല്ലാവരും കുറെ പേരൊക്കെ നോർത്ത് ഇന്ത്യൻ കേരളത്തിലേക്ക് തിരിച്ചു, പക്ഷെ ഞങ്ങൾക്കൊരു വേദന, എങ്ങനെ തിരിച്ച് റാഞ്ചിയിലേക്ക് നമ്മൾ തിരിച്ചു പോരും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പനി. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ എന്തുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ആരാധിച്ച് ബലപ്പെടുന്ന ഒരു
സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, എൻ്റെ മാതാവുണ്ട്, എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പിള്ളേര് കുഞ്ഞുങ്ങളാ. അങ്ങനെ അവര് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇരിക്കുക. അതിനിരുന്ന് ഞാൻ ചേച്ചിയുടെ മടി കിടന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണെന്നുള്ള പാട്ടാ പാടിയത്. ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. ഞാൻ ആ പാട്ട് പാടി 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 ഞാൻ കിടക്കും, എനിക്ക് പാടാനൊന്നും വയ്യ. ഒരല്പസമയം കഴിഞ്ഞ് ഞാനും എഴുന്നേറ്റ് ശക്തമായിട്ട് ആരാധിച്ചു. ഈ പാട്ട് പാടി അത് റിപ്പീറ്റ് ചെയ്ത് പാടി ആരാധിച്ചു. അന്ന് എനിക്ക് പനി വിട്ടു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എറണാകുളത്ത് എത്തി. എറണാകുളത്ത് ഞങ്ങളുടെ ഒരു സ്നേഹിതന്റെ വീടുണ്ട്. അവിടെ നിന്നാണ് സ്റ്റേഷന്റെ അടുത്താണ്. അപ്പോൾ അവര് പറഞ്ഞു തുടങ്ങി, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തിനാ നിങ്ങൾ പോകുന്നത്, കൊറോണയാണ്, പ്രയാസമാണ്, നിങ്ങൾ പോവല്ലേ, ഇത് ഭയങ്കര മാരകമായ രോഗമാണ്, അതുകൊണ്ട് നിങ്ങൾ പോവല്ലോ, നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പോകണം. ഈ ട്രെയിന് ലാസ്റ്റ് ട്രെയിനാ. ആ ട്രെയിന് കിട്ടിയില്ല, പിന്നെ നമുക്ക് പിന്നെ പോരാൻ പറ്റില്ല. പക്ഷെ ആ ട്രെയിനും അന്നുണ്ടോ പോകുമോ എന്നറിയില്ല. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു, എല്ലാം ശരിയാണ്. പക്ഷെ ആ ട്രെയിൻ ക്യാൻസൽ ചെയ്യുമോ നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ എല്ലാം റെഡി സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ ട്രെയിനാണ് ലാസ്റ്റ് റാഞ്ചിയിൽ വന്ന ജാർഖണ്ഡിൽ എത്തിയ ട്രെയിൻ. പിന്നെ ഒരു ട്രെയിൻ പോലും ലോക്ക്ഡൌൺ കഴിയാതെ പിന്നെ ട്രെയിൻ സർവീസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ദിവസം ഞങ്ങൾ റാഞ്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിത വിളിച്ചെന്നോട് ചോദിച്ചു, ആന്റി, നിങ്ങൾ എന്തിനാ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, വല്ല കഞ്ഞിയും വെള്ളം കുടിച്ച് കിടക്കത്തില്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ലൈജുവിനെ കർത്താവ് കേരളത്തിൽ അന്വേഷിക്കത്തില്ല, റാഞ്ചിയിലെ അന്വേഷിക്കത്തുള്ളൂ. റാഞ്ചിയിലുണ്ടെങ്കിൽ ലൈജുവിന് കഞ്ഞിയും വെള്ളം കിട്ടും, കേരളത്തിൽ കൊണ്ട് തരത്തില്ല, അതിനെ ഏൽപ്പിച്ച് റാഞ്ചിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2000 ഇവിടെ എത്തി. ഞങ്ങള് എല്ലാ ദിവസവും ഞങ്ങള് തലമുറകൾക്ക് വേണ്ടി ആ ഒരു വേദന എപ്പോഴും കിടക്കുന്നുണ്ട്. എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് ഏതൊക്കെ രീതിയിൽ തലമുറകൾക്ക് വേണ്ടി പ്രയോജനപ്പെടാം. കോവിഡ് സമയത്താണേലും അതിനു മുമ്പാണേലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ദേശത്തെ പേര് പറഞ്ഞ് ഏകദേശം 2 വർഷം ഞങ്ങൾ ജാർഖണ്ഡിൽ 24 ജില്ലയാണുള്ളത്. 24 ജില്ലകളിലും ഓരോ ഗ്രാമത്തിലും ഓരോ ഓരോ ഗാവിലെയും ഓരോ സ്ഥലത്തിന്റെയും പേരുകൾ വെച്ചതൊക്കെ വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേരുകളാണ്. അത് ഞങ്ങൾ എഴുതി, ഗൂഗിളിന്റെ സഹായത്തോടെ അതെല്ലാം എഴുതിയെടുത്ത് ഞങ്ങൾ 2 വർഷം എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂട്ടത്തില് ചെറുപ്പക്കാരായ കുറച്ച് കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവരും വരും. ഞങ്ങൾ ഉപവസിച്ച് ഓരോ വ്യാഴാഴ്ച വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ വ്യാഴാഴ്ച ഉപവസിച്ച് ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അന്നൊരു പാട്ട്, ഈ ഒരു ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, ഏക് ആഗ് ഹർ ദിൽ മേ ഹംകോ ജലാനാ ഹെ, ഭട്കേ ഹുവേ ജീവൻ കോ പ്രഭു മേ മിലാനാ ഹെ. അത് ഹിന്ദി അറിയാൻ മേലാത്ത പ്രേക്ഷകരോട് പറയണേ, ഒരു തീ ഓരോ ഹൃദയത്തിലും എനിക്ക് കൊടുക്കണം. കാര്യം കർത്താവിനെ അറിയാതെ നടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരണം. അതാണ് ആ പാട്ടിന്റെ അർത്ഥം. നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ്. എന്നും ഞങ്ങൾ ഈ പാട്ട് എല്ലാ വ്യാഴാഴ്ച ഈ പാട്ട് പാടും. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് നമുക്ക് കണ്ണുനീര് വരാതെ ഈ പാട്ട് ശരിക്കും നമ്മൾ ആ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞ് കർത്താവിനെ കുറിച്ച്, സുവിശേഷ വേലയെ കുറിച്ച് ഒരു ദാഹം, നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് ഒരു ദാഹം ഉണ്ടെങ്കിൽ ആ പാട്ട് പാടി നമ്മൾ അറിയാൻ നമ്മൾ കണ്ണു നിറഞ്ഞു. ഈ പാട്ട് പാടി ഞങ്ങൾ ദേശത്തിന് വേണ്ടി പിന്നെ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ ഓൺലൈനിൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥനയും തുടങ്ങി. ആൾക്കാർ എല്ലാ 24 ജില്ലകളിൽ നിന്നും ഉള്ളതിൽ നിന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് ജില്ലകളിൽ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ ഒന്നുകിൽ പ്രാർത്ഥിക്കാൻ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഓൺലൈൻ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തലമുറകളുടെ ആ ഒരു വളർച്ചയിലേക്ക് കാര്യം ജാർഖണ്ഡിലെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് വല്ലാത്തൊരു രീതിയിൽ പാപം എന്താണെന്ന് അവർക്കറിയില്ല. പാപത്തെ അവർക്ക് ഇത് ഞാൻ ചെയ്യുന്നത് പാപമാന്നുള്ളത് അവർക്ക് തിരിച്ചറിവില്ല. എന്തും അവർക്ക് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നവരാ. അപ്പൊ ഞങ്ങൾ ഇവർക്ക് വേണ്ടി കരഞ്ഞും ഞങ്ങൾ പ്രാർത്ഥിക്കും, തലമുറകൾക്ക് വേണ്ടി. കാര്യം മിക്കതും അഫെയർ ഉള്ളതാണ്. കാര്യം ബന്ധത്തിലായിട്ട്
ആണും പെണ്ണുമായിട്ട് അത് ചതിച്ചിട്ട് പോയിട്ട് കൈ കൈഞ്ഞരമ്പ് കട്ട് ചെയ്തും സൂയിസൈഡ് ചെയ്തും ഒക്കെ സൂയിസൈഡ് ചെയ്യാനുള്ള ഓരോ വിഷമടിച്ചും അങ്ങനെ പല രീതിയിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന തലമുറകളുടെ വിടുതലിന്, ദേശത്തുള്ള തലമുറകളെ വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ ആ ദേശം മുന്നോട്ട് പോകത്തില്ല. ഞങ്ങളപ്പോൾ ഇവരെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന ആ സമയങ്ങളിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞരമ്പ് മുറിച്ച് കുഞ്ഞുങ്ങൾ വീട്ടിൽ കയറി വന്നിട്ടുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണേന്ന്. വരുന്ന സമയത്ത് കള്ളും കഞ്ചാവും അടിച്ച് വേറെ രീതിയിലാണ്, പക്ഷെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടി. ഇന്ന് സന്തോഷത്തോടെ കുടുംബസ്ഥരായി ജീവിക്കുന്ന അനേക സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് ഇന്ന് സന്തോഷത്തോടെ കുടുംബജീവൻ നയിക്കുന്ന അനേക ചെറുപ്പക്കാരെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ ഓൺലൈൻ പ്രെയർ നടത്തി. കർത്താവ് ആ സമയം ഏറ്റവും സമയമായിട്ട് ഞങ്ങളെ നടത്തിയത്. കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന മിക്കർക്കും തന്നെ ജോലി നഷ്ടപ്പെട്ടു. അവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുക, അവർക്ക് ഫുഡിനുള്ള സാധനങ്ങൾ കൊടുക്കാൻ പോലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആ സമയങ്ങളിൽ 24 മണിക്കൂറിൽ നമ്മൾ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഞങ്ങള് പ്രാർത്ഥനയാണ്. കാര്യം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെ പ്രാർത്ഥന, അതായത് നമ്മൾ ചർച്ച് യൂത്തിന് അല്ലെങ്കിൽ അങ്ങനെ വൈകിട്ട് ഓൺലൈൻ ചർച്ചിന് വേണ്ടി പ്രാർത്ഥന, അത് കഴിയുമ്പം ഓരോ ഗ്രാമക്കാർ വിളിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥന, അങ്ങനെ സജീവമായിട്ട് പ്രാർത്ഥനയിൽ പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിലും ആ കോവിഡ് സമയത്ത് അനേകർ യേശുവിനെ അറിഞ്ഞു. യേശുവിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കണം അനേകർ തീരുമാനമെടുത്ത് പുതിയ കുടുംബങ്ങളെ കർത്താവ് നമുക്ക് തന്നു. അങ്ങനെ കർത്താവിന്റെ വേല ശക്തമായിട്ട് ചെയ്തെടുപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. 2020 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതും എനിക്കൊരു വലിയൊരു വാഞ്ചയായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെ എനിക്ക് ആ കൂട്ടത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഒരു സാഹചര്യമില്ല. പിന്നെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സഹോദരി കുടുംബം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, പ്രെയർ ഗ്രൂപ്പുണ്ട്, ഒരു പ്രെയർ ലൈന്. ഞങ്ങൾ കുടുംബം എന്നാണ് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പോലും പറയില്ല. കാര്യം അത്ര സ്നേഹമുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു കുടുംബമാണ് സഹോദരി കുടുംബം. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അതുപോലെ നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്ന്, UK, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ പ്രെയർ ലൈനിൽ ആൾക്കാർ ചേരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അതിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത്. കേറിയ സമയം മുതൽ വളരെ അനുഗ്രഹം. നമ്മൾ ഒരു ഹാളിലിരുന്ന്, നമ്മൾ ചർച്ചിലിരുന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന ഒരു അവസ്ഥ. കാര്യം ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ആരാധിക്കാൻ, ഒന്ന് ബലപ്പെടാൻ പറ്റാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. ആ സാഹചര്യം ഞങ്ങൾ മണിക്കൂറുകൾ രാത്രിയാമങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് കയറും. പ്രാർത്ഥന കഴിഞ്ഞ് ആരാധന മണിക്കൂറുകൾ 6 മണി മുതൽ 5 മണി മുതൽ 6 മണിക്ക് തീരേണ്ട പ്രാർത്ഥന, അത് ആത്മാവിൽ പ്രാർത്ഥിച്ച് 7:30 8:30 ഒക്കെ തീർക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥകൾ വന്നിട്ടുണ്ട്. അത്രത്തോളം ആത്മസന്തോഷം അറിയാൻ തുടങ്ങി. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾ 24 മണിക്കൂർ അതിനകത്ത് പ്രാർത്ഥനയാണ്. രാവിലെയും വൈകിട്ടും പൊതു മീറ്റിങ്ങുകളുണ്ട്. ബാക്കി ഫുൾ ടൈം ചെയിൻ പ്രെയറാ. നമ്മൾ എപ്പോ അതിൽ എൻ്റർ ആവുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥന കേട്ടോണ്ടേയിരിക്കുക. ലൈജുവിനെയും കുടുംബത്തെയും, ലൈജുവിനെയും ദേവദാസിനെയും കുഞ്ഞുങ്ങളെയും അവർ പ്രവർത്തനങ്ങളെയും ഓർത്ത് ആർക്ക് വേണം, ആര് നമ്മൾ കയറി നമുക്ക് ആ പ്രാർത്ഥന കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഭയങ്കര ഒരു ബലമാണ്. പിന്നെ അതിനകത്ത് കയറിയതിന് ശേഷം നമുക്ക് വാറൂം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. വാറൂം അത് ടങ്സിലുള്ള പ്രാർത്ഥനയാണ്. പോരാടി പ്രാർത്ഥിക്കുക. അത് രാത്രിയാമങ്ങളിൽ രാത്രി 12 മണിക്ക് തുടങ്ങും, രാവിലെ 6 മണി വരെയുണ്ട്. നമുക്ക് അതിലൂടെ നമുക്ക് അങ്ങിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടാൻ പറ്റും. അങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് ബലപ്പെടാനും പ്രാർത്ഥിക്കാനും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ഒരു കുടുംബം ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി. ഞങ്ങളുടെ ദേശത്തെ പ്രവർത്തനത്തെ ഒക്കെ ഒരു അനുഗ്രഹമായി തീർന്നു. അതിന്റെ ഹിന്ദിയിലുമുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസികളെയും അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച് അവർക്കുമുള്ള പ്രാർത്ഥനകൾ, മാസത്തിലൊന്ന് അവർക്കുള്ള പ്രാർത്ഥനയുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു പ്രാർത്ഥന കർത്താവ് നമുക്ക് തന്നു. അതിൽ നിന്ന് എനിക്ക് വളരെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റി. കാര്യം നമ്മൾ നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ നാട്ടിൽ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, അത്രയും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് നമ്മൾ ഈ പ്രെയർ ലൈനിൽ കയറുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ ലീഡർ ലില്ലി റെജി എന്ന് പറഞ്ഞ ആന്റി US അപ്പം എല്ലാ രാവിലെ ലില്ലി ആന്റിയാണ് മെസ്സേജ് തരുന്നത്. മെസ്സേജ് എന്ന് വെച്ചാൽ ക്ലാസ് നമുക്ക് ഓരോ ദിവസം നമ്മൾ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് എന്നും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ വൈകിട്ട് മാറി മാറി പല സ്റ്റേറ്റുകളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആന്റിമാര്, സഹോദരിമാര് ശക്തമായിട്ട് വചനം ശുശ്രൂഷിക്കും. സാക്ഷ്യം പറയാൻ അവസരമുണ്ട്, വർഷിപ്പ് ചെയ്യാൻ അവസരമുണ്ട്. എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പൊ
നമ്മളിങ്ങനെ ഓരോ ദിവസവും വചനം കേൾക്കുകയും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെ കർത്താവ് അവസരങ്ങൾ നമുക്ക് തരാറുണ്ട്. അങ്ങനെ അങ്ങനെ അതിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ ഒരു സമയം, നല്ലൊരു സമയം അതിൽ ഞാൻ ഫ്രീ ഉള്ള സമയം ഞാൻ സഹോദരി കുടുംബത്തില് എന്റെ ചർച്ചിലെ കാര്യങ്ങൾ എന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചെയ്യും. അങ്ങനെ ഇതും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത്ര അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കഷ്ടതയുടെ സമയത്ത് ഞാൻ ഉപവസിച്ചിട്ടില്ല. അത് ഉപവസിക്കുമ്പോൾ ഒരു പട്ടിണിയായി. അതുകൊണ്ട് എനിക്ക് ആ 2010 ശേഷം, ഞാൻ ഈ ദേശത്ത് വന്നതിന് ശേഷം ഞാൻ ഉപവസിക്കും. എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഉപവസിച്ചിട്ടില്ല. എന്റെ പിതാവ് പറയും പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിക്കേണ്ട കാര്യം. ഞാനൊക്കെ ഇളയതൊക്കെയാണ്ട് അങ്ങനെ ഒരു മക്കളോടുള്ള സ്നേഹം. പക്ഷെ അതിന് 2010 ശേഷം ഞാനിങ്ങനെ നീണ്ട 21, 40 അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ ഉപവസിക്കുന്നത് ജാർഖണ്ഡിന്റെ വിടുതലിന് വേണ്ടി, ജാർഖണ്ഡിലെ ഈ ജനറേഷന്റെ, ഈ നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വേദന, അതാണ് ഓരോ പ്രാവശ്യം ഉപവസിക്കുന്നത്. അങ്ങനെ ഉപവസിച്ച് ഞങ്ങള് ഏകദേശം കഴിഞ്ഞ വർഷം 2023-24 ആ സാഹചര്യത്തിൽ 23-ലെ ആദ്യം 24-ൽ ഉപവസിക്കും. 23 വരെ നല്ല രീതിയിൽ ഉപവസിച്ചു, അനുഗ്രഹമായിട്ട് പോകും. 24 ഉപവാസം തുടങ്ങി ഞങ്ങൾ 40 ദിവസമായിരിക്കുന്നത്. 40 ദിവസം ഉപവാസത്തിനിരിക്കുന്ന സമയത്ത് എനിക്ക് ഉപവാസം തുടങ്ങി എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ടായി. എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ 2 ഡെലിവറി കഴിഞ്ഞു, ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഉപവാസം തുടങ്ങി എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് 1 ദിവസമായി, 2 ദിവസമായി, ഇപ്പൊ കുറയും എന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷെ എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഞാൻ ആദ്യമൊന്നും ആരോടും പറഞ്ഞില്ല, ഇന്ന് മാറും നാളെ മാറും എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നു. ഉപവാസമാണ്, പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, പുറത്ത് നമുക്ക് പ്രവർത്തനത്തിന് പോകണം, വിശ്വാസികളുടെ വീട്ടിൽ പോകണം, പ്രെയർ ലൈനിന്റെ കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യണം. പക്ഷെ ഇതെല്ലാം സന്തോഷത്തോടെ ഞാൻ ചെയ്തു വിടുന്നുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ ശരീരത്തിന് വളരെ വളരെ ബലഹീനത എന്നിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അന്നേരം അങ്ങനെ അനുഭവപ്പെട്ട് ഏകദേശം ഒരു 14 ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി ഉണ്ട്, അവരോടും ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ട്. അന്ന് എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, ദേവദാസന്മാർ വന്നിട്ടുണ്ട്. എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചറും കുറച്ച് ദേവദാസന്മാരും എല്ലാം അവര് കുറച്ച് ദിവസത്തേക്ക് വന്നത്, അവര് വീട്ടിലുണ്ട്. ഞാൻ അവർക്ക് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഗ്രാമത്തിൽ പോയി 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പക്ഷെ എനിക്ക് ഒട്ടും വയ്യ. അപ്പൊ എന്റെ ഫ്രണ്ടും അവരുടെ ഹസ്ബൻഡ് ദേവദാസിനോട് പറഞ്ഞു, ലൈജു ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ മരുന്ന് കഴിക്കില്ല, കാര്യം ഞാൻ എൻ്റെ ഉപവാസം മുറിക്കില്ല, എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ദേശത്തൊരു വിടുതൽ എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, ഞാൻ അതുകൊണ്ട് ഉപവാസം മുറിക്കില്ല. അപ്പൊ ഒരു കാര്യം ചെയ്ത് നമുക്ക് പോയി ഒന്ന് നോക്കാം, എന്താ കാര്യം നോക്കാം. അങ്ങനെ ഞങ്ങള് പോയി. എൻ്റെ ഒരു 20 ദിവസമായി ബ്ലീഡിങ് തുടങ്ങിയിട്ട്, നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പോയത്. ചെന്ന് സ്കാൻ ചെയ്തു. അപ്പൊ ചെറിയ യൂട്രസിൽ ചെറിയ ഫൈബ്രോയിഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലീഡിങ് എന്ന് ഡോക്ടർ പറഞ്ഞു. മെഡിസിൻ കഴിച്ചാൽ മാറാനുള്ളതേ ഉള്ളൂ, മെഡിസിൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. മെഡിസിൻ എഴുതിയെങ്കിലും മെഡിസിൻ ഒന്നും മേടിച്ചില്ല, തിരിച്ചു വന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥനയോടായിരുന്നു, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ മുമ്പോട്ട് പോയി. ഞാൻ എൻ്റെ പ്രെയർ ലൈനിലുള്ള ആന്റിയോട് പറഞ്ഞു, ആന്റി എനിക്കിതുപോലെ വയ്യ. ആന്റി പറഞ്ഞു, മക്കളെ ലൈജുന് വയ്യ, നമുക്ക് പ്രാർത്ഥിക്കണം. അവരും ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 29 ദിവസമായി. 28-ാമത്തെ ദിവസം രാത്രി എനിക്ക് ഒട്ടും പറ്റത്തില്ല, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്ത് ഞാൻ ബെഡിൽ പോയിരുന്നു, ബൈബിളുമായിട്ട് ഇരിക്കുക, പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു. ഒരു 11 മണിയായി. ഞാൻ ദേവദാസിനോട് എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, മൊത്തം ഇരുട്ടാ. എനിക്കറിയാം ഞാൻ അടുത്ത നിമിഷം കാണില്ല ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ കർത്താവേ, ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ ദൈവസേന, കർത്താവേ, എന്തെങ്കിലും ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് എന്തെങ്കിലും എന്നെ ഓർപ്പിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്നെ ശുദ്ധീകരിക്കണേ. ഞാൻ ഇന്ന് എൻ്റെ പ്രാണൻ ഇന്ന് നഷ്ടപ്പെട്ടാൽ, ഇന്ന് അങ്ങ് വിളിച്ചാൽ അത് നിത്യതയിൽ എത്തണം. ഞാൻ അതിനും തയ്യാറാ കർത്താവ്. ഞാൻ നല്ല ഫുൾ ഒരുക്കത്തോടെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതൊരു അവസ്ഥ, ശരീരം എല്ലാം അങ്ങ് തണുത്തു, കണ്ണ് കാണുന്നില്ല, ഒന്നും മേലാത്ത അവസ്ഥ.
ഞാനിങ്ങനെ കിടക്കുന്നില്ല, ബെഡിൽ തന്നെ ഇരിക്കുക, ഇങ്ങനെ അനങ്ങാമല്ലാതെ ഇങ്ങനെ ഇരിക്കുക ബൈബിളും പിടിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞാൻ പറയും, കർത്താവ് എന്നോട് ഒന്നും സംസാരിക്കാനില്ലേ? സൗഖ്യവും കിട്ടുമോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യം, പക്ഷെ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വചനം കിട്ടി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഞാൻ ഈ വചനം പെട്ടെന്ന് ഞാനെടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് പറഞ്ഞു ഏകദേശം അരമുക്കാ മണിക്കൂർ ഞാൻ ഈ വചനം പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പ്ലാൻ ചെയ്ത ഞാൻ 3 മണി വരെ ആ വാർ റൂമിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു. 3 മണി വരെ. എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് രാവിലെ. ഞാൻ രാവിലെ 5 മണിയായി ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ ബെഡിന്റെ അടിയിലോട്ട് പറഞ്ഞു, സൈത്താൻ, ലൈജു എഴുന്നേറ്റു കേട്ടോ. ലൈജുവിന് കുഴപ്പമില്ല, നീ പക്ഷെ ഇപ്പോഴും എന്റെ കട്ടിലിനടി ഞെരുങ്ങിക്കിടക്കണം, നിനക്കിനി പൊങ്ങാൻ പറ്റത്തില്ല, ലൈജുവാ ജയിച്ചേ എന്ന് പറഞ്ഞു. ഞാനെങ്ങനെ പറഞ്ഞു, വിശ്വാസത്തോടെ ഞാൻ എഴുന്നേറ്റു, കിച്ചണിൽ പോയി എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. അന്ന് 29ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് എന്റെ ബ്ലീഡിങ് നിന്ന്, ഞാൻ ഒരു മെഡിസിൻ എടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റി തന്നു. അങ്ങനെ ആ ദിവസങ്ങളെല്ലാം സന്തോഷമായിട്ട് കാര്യങ്ങൾ പോയി. അതിനുശേഷം ഈ വർഷം 2025 ഏപ്രിൽ മാസം, മാർച്ച് മാസം ഇതുപോലെ ഉപവാസം ഇരിക്കുക 21 ദിവസം. അന്നും ഉപവാസം തുടങ്ങി 14 ദിവസമായപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ ആ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് മാറി. ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിന്മേൽ കർത്താവ് അത്ഭുതകരമായി വിടുതൽ തന്നു. ഇന്ന് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങള് ഇന്ന് ആത്മാവിൽ ആരാധിക്കുന്നു. കർത്താവ് അത്രത്തോളം വലിയ പ്രവൃത്തി ചെയ്തു. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഓരോ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് എന്നെ ഈ റാഞ്ചിയിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ശക്തമായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഞാൻ അരോമ ടിവിയോടും പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്കും അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ്. നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വീണ്ടും ഈ നോർത്ത് ഇന്ത്യയിൽ അനേക സുവിശേഷകരെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുക. കർത്താവ് നിങ്ങളെ നടത്തും. ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. അപ്പച്ചാ, ഞങ്ങളുടെ കർത്താവേ സ്തോത്രം, ഈ സാക്ഷ്യം കേൾക്കുന്ന അടിയന്റെ കർത്താവെ, പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ടവർ രോഗികളുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഓരോരുത്തരെയും മൂടണമേ. അങ്ങയുടെ കൃപ പകർന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലൈജു ജിമ്മി. ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിലപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ലൈജു സിസ്റ്ററിനുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജിമ്മി പാസ്റ്ററുമായിട്ട് ചില വർഷങ്ങൾക്ക് മുൻപുള്ള പരിചയം എനിക്ക് ഉണ്ട്. എങ്കിൽ പോലും ഇത്രയേറെ സാക്ഷ്യവും അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസിയിലൂടെ ഈ സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞപ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ആ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ ആ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ തികച്ചും അനേക സാക്ഷ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ജാർഖണ്ഡിൽ, അവിടെ റാഞ്ചിയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇന്ന് ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. എന്നാൽ അതിനുവേണ്ടി കൊടുത്ത വില വളരെ വലുതാണെന്ന്
മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നാട്ടിൽ ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടുകളും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഉപരിയായി വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ളതായ ആ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ മേൽ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു മാറ്റം എത്ര വ്യത്യസ്തമാണ്, എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നല്ല അത്യാവശ്യം ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ, നേഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു ജോലിയോടുകൂടി വേണമെങ്കിൽ അവിടെ സുവിശേഷ വേല ചെയ്യാമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കിട്ടുന്നതായ ഭൗമിക നന്മയേക്കാൾ ഉപരിയായി കർത്താവ് തരുന്ന കർത്താവിൻ്റെ കരുതൽ മാത്രം മതി എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ദൈവസേന സമർപ്പിച്ച് കർത്തൃവേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ച ആ നല്ല നാളുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം. എത്ര ശ്രേഷ്ഠകരം, എത്ര വ്യത്യസ്തമായ അനുഭവങ്ങളോടെയാണ്. അവിടെയൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഭൗമിക നന്മകളോ ഭൗമികമായ മറ്റേതെങ്കിലും സപ്പോർട്ടുകളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല മുന്നോട്ട് ജീവിക്കുവാൻ ഊർജമായി മുന്നിലുണ്ടായിരുന്നത്. പകരം ക്രൂശിലെ സ്നേഹമായിരുന്നു. കർത്താവിൽ നിന്ന് ലഭിച്ചതായ ആ ഒരു വിളിയായിരുന്നു ഈ കാലമൊക്കെയും അവിടെ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ പ്രേരക ഘടകമായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപാട് കഷ്ടങ്ങൾ വന്നു, ഒരുപാട് പട്ടിണിയും ബുദ്ധിമുട്ടും രോഗങ്ങളും ദുരിത ദുഃഖങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും അതൊന്നും അല്ല, അതിനേക്കാൾ വലുത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്നുള്ളതായ ആ ഒരു തിരിച്ചറിവ് അവിടെ ഇന്നും തുടരുവാൻ, അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, കർത്തൃവേലയിൽ ക്ഷീണിച്ചു പോകാതെ ഉത്സുകരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞു. എനിക്കറിയാം സാക്ഷ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. എങ്കിലും പ്രസക്തമായ ഭാഗങ്ങളൊക്കെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കുടുംബമായി കർത്താവിന് വേണ്ടി ആക്കിയിരിക്കുന്ന ഇടങ്ങൾ, ദൈവം അയക്കുന്ന ഇടങ്ങളിൽ ശക്തമായി നിലകൊള്ളുവാൻ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ എല്ലാവിധമായ ഭാവുകങ്ങളും നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പോകാൻ കഴിയാത്ത ഇടത്ത്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ചെയ്യുന്ന ഈ വാത്സല്യ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. കർത്താവ് ശക്തമായി അവരെ ഉപയോഗിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുവാൻ മറക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.